പ്രൈസ് ദി ലോർഡ്. എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ അനുഗ്രഹപ്പെട്ട സമയത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. നമുക്കറിയാം, ഇന്ന് ജൂൺ 9 വില്യം കേറിയുടെ മരണ ദിവസമാണ്. ഡെത്ത് ആനിവേഴ്സറിയാണ് ഇന്ന്. അത് രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പല മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ദൈവകൃപയാൽ നമുക്കും ഒരുമിച്ച് കൂടി ഈ രാജ്യത്ത് വളരെ വിസ്ഫോടനപരമായ രീതിയിൽ കർത്താവിന്റെ സേവ ചെയ്ത, കർത്താവിനാൽ ഐക്യപ്പെട്ട വില്യം കേറിയെ കുറിച്ച് അനുസ്മരിക്കുവാനും അദ്ദേഹം ഈ രാജ്യത്ത് ചെയ്ത മഹത്തരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കുവാനും ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. നമുക്കറിയാം, അദ്ദേഹം 1761 അദ്ദേഹം ജനിച്ചത്. ദൈവത്താൽ അദ്ദേഹത്തെ കൽക്കട്ടയിലേക്ക്, സറാംപൂറിലേക്ക് അയച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അദ്ദേഹമാണ് സ്ഥാപിച്ചത്. ബൈബിൾ വിവർത്തനത്തിൽ പല ഭാഷയിൽ ബൈബിൾ വിവർത്തനം ചെയ്തു. വിദ്യാഭ്യാസപരമായി അസാധാരണമായ പ്രവൃത്തികളാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ റൈറ്റപ്പിൽ നിന്ന് ഞാൻ അടുത്തിടയ്ക്ക് വായിച്ചത്, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എല്ലാ ജനറേഷൻസ് ഉള്ള, അല്ലെങ്കിൽ എല്ലാ തലമുറയിലുമുള്ള എല്ലാവരും അനുസരിക്കേണ്ട ഒരു കാര്യമാണ് മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 20 മുതലുള്ള വാക്യം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സാക്ഷികളാകണം. അദ്ദേഹത്തിന്റെ റൈറ്റപ്പിൽ നിന്ന് വായിച്ചതാണ്. എല്ലാ തലമുറയിലുള്ള എല്ലാവരും മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായത്തിന്റെ 20 മുതൽ അല്ലെങ്കിൽ 18 മുതലുള്ള വാക്യങ്ങൾ എല്ലാവരും അനുസരിക്കണം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സാക്ഷികളാകണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാരും ദൈവദാസന്മാരും വില്യം കേറിയുടെ വാക്ക്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വാക്ക്, യേശു കർത്താവിന്റെ അന്ത്യ വാക്കാണല്ലോ, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷാവധിയിൽ അകപ്പെടും എന്നുള്ള ഗ്രേറ്റ് കമാൻഡ്മെന്റ്സ് അത് നാം ഏറ്റെടുക്കുകയും അതിന്റെ സാക്ഷികളായി തീരുകയും ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മഹാനായിരുന്ന വില്യം കേറിയെ കുറിച്ച് നമുക്ക് അനുസ്മരിക്കുവാൻ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കുവാൻ ഒരു നല്ല സുവർണ അവസരമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വിഷയത്തെ കുറിച്ച് നമ്മോട് സംസാരിക്കുവാനായിട്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുന്ന ഡോക്ടർ പോൾ വേണുവാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം കിളിമാനൂരാണ്. അദ്ദേഹം ഒരു ഹൈന്ദവ നായർ വിഭാഗത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം പല ബൈബിൾ കോളേജിൽ പോയി തിയോളജി പഠിച്ചു. അവസാനം തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തു. ഇപ്പോൾ അദ്ദേഹം ഒരു സഭയുടെ ശുശ്രൂഷകനും പല ബൈബിൾ കോളേജുകളിൽ അദ്ദേഹം അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അങ്ങനെ ദൈവം അദ്ദേഹത്തെ ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ വില്യം കേറിയുടെ വില്യം കേറി എന്ന് പറയാൻ പോലും ഭയപ്പെടുകയാണ്. മഹാനായ വില്യം കേറിയുടെ അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിക്കുവാൻ ഇങ്ങനൊരു നല്ല അവസരം നമുക്ക് കിട്ടിയത് കൊണ്ട് ദൈവത്തിന് മഹത്വം. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ സന്ദേശം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ഈ രാജ്യത്ത് ചെയ്ത മഹത്തരമായ പ്രവർത്തനങ്ങൾ നമുക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്തരമായ പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മൾ ഓർക്കുകയും നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനും ഒക്കെ ദൈവം കൃപ തരട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസനെ ദൈവശക്തിയോട് ഉപയോഗിക്കട്ടെ എന്നും ദൈവത്തോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള അനുസ്മരണ അല്ലെങ്കിൽ വചന ശുശ്രൂഷയിലേക്ക് അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ സൂമിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എന്റെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, ഒത്തിരി പേരുകൾ പറയാനുണ്ട്. പ്രിയാസായി സാറിനും, സജീവ് ജോൺ സാറ്, അതുപോലെ തന്നെ സണ്ണി ലൂക്കോ സാറ്, ഒരുപാട്
ദേവദാസന്മാരുണ്ട്. എല്ലാവർക്കും വന്ദനം. ഒറ്റ വാക്കിൽ ഇന്ന് ദിവസം അല്ലെങ്കിൽ ഈ ഒരു ചാൻസ്, വില്യം കേരി മരിച്ച ദിവസം വില്യം കേരിയെ കുറിച്ച് പറയുവാൻ ഒരു 10 പേരായിക്കോട്ടെ, 50 പേരായിക്കോട്ടെ, 100 പേരായിക്കോട്ടെ, ഒരാളത്തെങ്കിലും വേറൊരാളത്തെങ്കിലും പറയാൻ എനിക്ക് ദൈവം നൽകിയ ഒരൊറ്റ അവസരം, ആ ചാൻസിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. കാര്യം വേറൊന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ കൂടുതൽ അഭിഷേകത്താൽ നിറയപ്പെടുകയാണ്. കാരണം വില്യം കേരി എന്ന് പറയുന്നത് തന്നെ അഭിഷേകത്തിന്റെ നിറകുടമാണ്. ഒരു മനുഷ്യന് സാധ്യമാകുന്നതിനേക്കാളും, അല്ലെങ്കിൽ 10 മനുഷ്യർക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം, 10 50 100 മനുഷ്യർ ചെയ്യുന്ന വില്യം കേരി ഒരു പ്രസ്ഥാനമാണ്, ഒരു വ്യക്തിയല്ല. ഈസ് നോട്ട് എ പേഴ്സൺ. വില്യം കേരി ഒരു പിടി ആൾക്കാർ ഒരുമിച്ച് ചെയ്യുന്നത് ഒറ്റ മനുഷ്യനെ കൊണ്ട്. എലിയാവിന്റെ അടുത്ത് കർത്താവ് പറഞ്ഞ പോലെ, നീ ഒറ്റ മനുഷ്യൻ, അല്ലെങ്കിൽ ഗിദെയോന്റെ അടുത്ത് പറഞ്ഞ പോലെ, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. മിദ്യാന്മാരെ തോൽപ്പിക്കാൻ നീ ഒറ്റ ഒരുത്തം മതി, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. അപ്പം ദൈവം കൂടെ ഇരുന്നാൽ ഒരു മനുഷ്യനെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അത് നമുക്കിന്ന് അനുസ്മരിക്കാൻ കിട്ടുന്ന നിമിഷം വളരെ ഭാഗ്യമാണ്. ഞാൻ വേഗത്തിൽ സമയം ടൈം ആൻഡ് വേവ്സ് ആർ നോട്ട് വെയിറ്റിംഗ് ഫോർ എനി പേഴ്സൺ. അതുകൊണ്ട് തന്നെ സമയം തിരമാല ഇന്ന് ആർക്കും വേണ്ടി കാത്തിരിക്കത്തില്ല, നമുക്ക് തക്കത്തിൽ തന്നെ ഉപയോഗിക്കാം. വില്യം കേരിയുടെ ഏറ്റവും വലിയൊരു ഫേമസ് ആയ ഒരു കോട്ടുണ്ട്, ഒരു കൊട്ടേഷൻ, ഒരു കോട്ടുണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, ഒരു തുറന്ന ബൈബിളും ഒരു തുറന്ന മാപ്പ് എന്ന് പറയുമ്പോൾ ഭൂലോകത്തിന്റെ പടമൊക്കെ ഉള്ള മാപ്പ്, ഒരു തുറന്ന ബൈബിളും ഒരു തുറന്ന മാപ്പും നമുക്ക് വേണം. എവിടെയാണ് ദൈവം നമ്മെ പോകാൻ പറയുന്നതെന്ന് അറിയാൻ. എന്തിനാണ് ഈ മാപ്പ്? ആ മാപ്പിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ദൈവം നിന്നോട് പറയും, ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ, ഈ രാജ്യങ്ങളിൽ എവിടെയാണ് നിനക്ക് പോകേണ്ടതെന്ന് നിന്നോട് സംസാരിക്കും. അത് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടൊരു കോട്ടാണ്. അദ്ദേഹം ഭൂലോകത്തിന്റെ പടം വെച്ചിട്ട് ഒരു വടി ഉണ്ടായിരുന്നു, ആ വടി വെച്ച് ഇങ്ങനെ ചൂണ്ടി ചൂണ്ടി ഓരോ രാജ്യങ്ങളിൽ വെച്ച്, നമ്മൾ അറിയാമല്ലോ ഭൂലോകത്തിന്റെ പടം അറിയുമ്പോൾ ഏഷ്യയിൽ ഇന്ത്യ വരുമ്പോൾ ഇന്ത്യ അറിയാമല്ലോ, ഇന്ത്യയുടെ ആ ഷേപ്പ് അറിയാമല്ലോ അല്ലെ, പാല് പോലത്തെ. ആ ഇന്ത്യയിൽ ഒക്കെ അദ്ദേഹം വടി ഇങ്ങനെ ചൂണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പല പല ദിവസങ്ങൾ. പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇന്ത്യക്കാണ്. ആ ഇന്ത്യയിൽ തന്നെ അദ്ദേഹം വരുവാൻ ഇടയായി. ഞാന് ഇത് പറയുമ്പോൾ നമ്മുടെ അദ്ദേഹം കടന്നു വരുന്ന സമയത്തുള്ള ഇന്ത്യയെ കുറിച്ച് നമ്മളൊന്ന് പറയണം, ഒന്ന് അറിയണം. എല്ലാവർക്കും അറിയാം, എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണ് ഈ സൂമിനകത്തുള്ളത്. എങ്കിലും നമ്മൾ സാഹചര്യം അറിയണമല്ലോ. സ്വന്തം മക്കൾ, അതായത് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ, അപ്പനും അമ്മയ്ക്കും കൂടെ ജനിക്കുന്ന പെൺകുഞ്ഞാണെങ്കിൽ ആ പെൺകുഞ്ഞിനെ ആ അമ്മ ഗംഗാ നദിയിൽ പരസ്യമായിട്ട് എറിഞ്ഞ് കൊല്ലണം എന്നുള്ളൊരു ആചാരം ഉണ്ടായിരുന്ന സമയത്താണ് വില്യം കേരി നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്. പ്രസവിച്ച കുഞ്ഞിനെ ഗംഗയിൽ എറിയും. ഗംഗയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? പുണ്യ നദി. നല്ല പുണ്യകർമ്മമാണ് അല്ലേ ചെയ്ത്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഞാനും പണ്ട് ഹൈന്ദവനായിരുന്നു, എനിക്ക് കൂടുതൽ ആ കാര്യങ്ങളൊക്കെ അറിയാം. പുണ്യ നദിയാണ്, വെള്ളം ഒരു കുടിക്കും, മോശം കിട്ടും അല്ലെ. ആ വെള്ളം കൊണ്ടുവന്ന് കുപ്പിയിൽ, വീട്ടിലൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ എത്ര കുഞ്ഞുങ്ങളെ, ചോരക്കുഞ്ഞുങ്ങളുടെ കണ്ണുനീരും ചോരക്കുഞ്ഞുങ്ങളുടെ ഒരു ആത്മാവിന്റെ പിടയിലും അതിനകത്ത് ഉണ്ടായിരിക്കും. നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര വർഷമാണ് അത് ചെയ്തത്? മാത്രമോ സതി അറിയാം നമുക്ക് അല്ലെ. വിവാഹം കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് ആക്സിഡന്റ് മരിച്ചു പോയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വന്ന് മരിച്ചു പോയാൽ, ആ മരിച്ച ഭർത്താവിന്റെ ചിതയിൽ ജീവനോടെ ഭർത്താവ് മരിച്ചു, പക്ഷെ ഭാര്യ അവരെ ജീവനോടെ ആ ചിതയിൽ അല്ലെങ്കിൽ ആ തീക്കകത്ത് തള്ളിയിട്ട് കൊല്ലുന്ന, മനസ്സോടെ ഒന്നും കയറി പോകത്തില്ല തീക്കകത്ത്, അല്ലെങ്കിൽ പോകും, തള്ളിയിടുന്ന സമ്പ്രദായമുള്ള സതിയുള്ള സമയം. ഇപ്പൊ സതി എന്ന് സതി മാത്രമല്ല, അനാചാരങ്ങളുടെ കൂമ്പാരമായ ഇന്ത്യ, സ്ത്രീജനത്തെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും പഠിപ്പിച്ച ഇന്ത്യ. അന്ന് സ്ത്രീകളൊന്നും ആരും പോയി പഠിക്കേണ്ട, സ്ത്രീകൾ പഠിക്കുന്നത് തെറ്റാണെന്ന് ഇവിടുത്തെ സംസ്കൃതം പോലും പഠിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു ആ സമയത്ത് ആണുങ്ങൾക്കും. അതും ബ്രാഹ്മിൺ സ്ത്രീക്ക് പോലും സംസ്കൃതം പഠിക്കാൻ അധികാരമില്ലാത്തൊരു കാലം. അത് നമുക്കറിയാം. അതാണല്ലോ ആ സമയത്തൊക്കെ പണ്ഡിറ്റ് രമാഭായി ഒക്കെ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് രംഗത്തിറങ്ങിയത്. പക്ഷെ ഇവിടെ ഞാൻ വില്യം കേരിയിൽ മാത്രം നിൽക്കാം. അപ്പോ സ്ത്രീകൾക്ക് സ്കൂളിൽ പോകണ്ട, പഠിക്കേണ്ട എന്ന് പറഞ്ഞ സമയത്ത് വില്യം കേരി വന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സ്കൂൾ ഉണ്ടാക്കി, സ്ത്രീകൾക്ക് വേണ്ടി ബൈബിൾ കോളേജ്, അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കൂളുകൾ. മനസ്സിലായല്ലേ? അപ്പോൾ നോക്കി, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യണം. അപ്പൊ ഒരു സോഷ്യൽ റിഫോർമറാണ്. ഈസ് എ ഹിസ്റ്ററി മേക്കറാണ്.
വില്യം കേരി ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററി മേക്കറാണ്. അതുകൊണ്ട് വില്യം കേരി ഹിസ്റ്ററി മേക്കർ ആണെങ്കിൽ കേൾക്കുന്ന നമ്മളും വി ആൾസോ ബി എ ഹിസ്റ്ററി മേക്കേഴ്സ്, നമ്മളും ചരിത്രത്തെ ഉണ്ടാക്കുന്ന വ്യക്തികളായിട്ട് മാറണം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്യം കേരിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഈ ഇന്ത്യയിൽ വന്നിട്ട്, ഇന്ത്യ വരുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ഇന്ത്യയിൽ വന്നിട്ട് 7 വർഷം തനിക്ക് ഒരൊറ്റ വിശ്വാസിയെ പോലും കിട്ടിയില്ല. എന്നിട്ടും തന്റെ സമർപ്പണം എത്ര വലുതായിരുന്നു. എന്നെ പണ്ടങ്ങാണ്ട് ഏതോ ബൈബിൾ കോളേജിൽ ഏതോ സാറ് പഠിപ്പിച്ചൊരു കൊട്ടേഷൻ എനിക്ക് എപ്പോഴും ഓർമ്മ വരും. യുവർ സർക്കംസ്റ്റാൻസ് മേ ചേഞ്ച് ബട്ട് നെവർ ചേഞ്ച് യുവർ കമ്മിറ്റ്മെന്റ്. സാഹചര്യം മാറി മാറി വരാം, നിന്റെ സമർപ്പണം മാറ്റരുത്. അല്ലേ? ആ 7 വർഷം ഒരു വിശ്വാസിയെ കിട്ടാതിരുന്നിട്ടും അദ്ദേഹം ഒരിക്കലും നിരാശനായില്ല. കാരണം ഇന്ത്യ, അതായത് ഒരു ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് തോന്നിയ വികാരം. അതായത് അതിന്റെ സാഹചര്യം പറയുകയാണെങ്കിൽ ഈ വില്യം കേരി ഈ ദൈവത്തിന്റെ ഹൃദയം ശരിക്കും അറിഞ്ഞ വ്യക്തിയാണ്. പണ്ട് അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റ് മിഷണറി ഞാൻ പറഞ്ഞു. ഈ നോർത്തംഡാം എന്ന് പറഞ്ഞ ബാപ്റ്റിസ്റ്റ് അസോസിയേഷനിലെ ശുശ്രൂഷകന്മാരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാദറും ഒരു ദേവദാസനായിരുന്നു, ശുശ്രൂഷകരായിരുന്നു ആ ബാപ്റ്റിസ്റ്റ് അസോസിയേഷനിലുള്ള. അപ്പോ ഇദ്ദേഹം അവിടെ പങ്കെടുക്കുകയാണ്, യുവാവാണ്. അപ്പോ ഇദ്ദേഹത്തിന് നേരത്തെ നമ്മുടെ സണ്ണി ലൂക്കോസ് സാറ് പറഞ്ഞ പോലെ മത്തായി 28-ാം അധ്യായം അതിന്റെ ആ അന്ത്യകൽപ്പന, ഗ്രേറ്റ് കമാൻഡ്മെന്റ് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ചോദിച്ചുകൊണ്ടൊരു ചോദ്യമാണ്, ലോകത്തിൽ സകല ജാതികളോടും സുവിശേഷം അറിയിക്കേണ്ട ചുമതല മനുഷ്യരായ നമുക്കല്ലയോ ഉള്ളത്? ഇതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകാൻ തയ്യാറാണ്. ഭൂലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകണം, അല്ലെ, സുവിശേഷം പറയണം, ശിഷ്യരാകണം, സ്ഥാനപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു. ആ വചനം അതുപോലെ നിവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹം ചാടി എഴുന്നേറ്റപ്പോ ആ മീറ്റിംഗിൽ സംസാരിച്ച പ്രാസംഗികൻ അദ്ദേഹം പറഞ്ഞു, ഹേ യുവാവേ, അവിടെ ഇരിക്കും, ജാതികളെ മനസ്സിലപ്പെടുത്തേണ്ടത് നിന്റെ ആവശ്യമൊന്നുമില്ല, ദൈവം നോക്കിക്കൊള്ളും, അല്ലെ, ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയെ കൊണ്ട് അത് ചെയ്തുകൊള്ളും, നിന്റെ ആവശ്യമില്ല, അടങ്ങിയിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ പ്രസംഗം തടസ്സപ്പെടുത്തിയിട്ടല്ല. അദ്ദേഹത്തിന് ഈ കൊച്ചു ചെറുപ്പക്കാരൻ വലിയ സാമ്പത്തികമൊന്നുള്ള ആളല്ല. എഴുന്നേറ്റപ്പോഴത്തേക്കും വലിയ ശരീരവും ഇല്ല. വില്യം കേരിയുടെ ശരീരമൊക്കെ വളരെ, കാരണം വില്യം കേരിയുടെ ബാല്യം ഞാൻ പറയുന്നുണ്ട്, ശരീരം വലിയ ഭൂഷണമുള്ളതല്ല, വിദ്യാഭ്യാസവും വലുതായിട്ടില്ല, രോഗ അവസ്ഥയിൽ കൂടിയൊക്കെയാണ് വില്യം കേരി പോയത്, ഞാൻ പറയാം. അപ്പൊ ഈ പയ്യൻ എഴുന്നേറ്റപ്പോഴത്തേക്കും അവിടെ ഇരിക്കാൻ പറഞ്ഞു. കാരണം അന്ന് ആൾക്കാർ ഈ 18-ാം നൂറ്റാണ്ടില് ഒരു ആൾക്കാർക്കൊരു ഈ ആംഗ്ലിക്കൻ കാൽവിനിസ്റ്റ് നേതാക്കന്മാർ വിശ്വസിച്ചിരുന്നത് അന്ത്യകൽപ്പന ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കർത്താവ് കൊടുത്തതാണ് ശിഷ്യന്മാർക്ക്, ജാതികളെ മനസ്സിലപ്പെടുത്തേണ്ടത് മറ്റാരെയും ചുമതലയില്ല. അപ്പം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് യേശു കൊടുത്ത കൽപ്പനയാണ്, അവരങ്ങ് ചെയ്തോളും, നമ്മളാരും പോകണ്ട. ഇതായിരുന്നു ആ സഭയുടെ രീതി, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം. എന്നാൽ ജാതികൾ മനസ്സിലപ്പെടണം, ജെന്റൈൽസ്, അല്ലെ, ഹീതൻസ്, പാഗൻസ്, അവരെ നേടേണ്ടതാണ് എനിക്കുള്ള വിളി എന്ന് തിരിച്ചറിഞ്ഞ ആ വില്യം കേരി ഇന്ത്യക്ക് വേണ്ടി തുടിച്ചു. അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഒരു പ്രാവശ്യം പോലും അദ്ദേഹം നാട്ടിൽ പോയില്ലെന്നുള്ളതാണ്. നമ്മളെ നോക്കിയാൽ ഇവിടെയൊക്കെ നമുക്കല്ലേ മെഡിക്കൽ ഒരു അസുഖം വന്നാൽ, അല്ലെ, നമുക്ക് വലിയ വലിയ കോളേജുകളും വലിയ മെഡിക്കൽ കോളേജും വലിയ ഹോസ്പിറ്റലും ഒക്കെ നമ്മൾ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യും. പക്ഷേ മന്ത്രിമാരുടെ വീട്ടിലെ ജോലിക്കാർക്ക് പോലും ഒരു അസുഖം വന്നാൽ നേരെ അമേരിക്കയിലും കാനഡയിലൊക്കെ പോണ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ വില്യം കേരി അങ്ങനെയല്ല. ജനിച്ച നാട്ടിൽ നിന്ന് വന്നിട്ട് മിഷനുമായിട്ട് വന്നിട്ട് ആ നാടിൽ തന്നെ 40 വർഷത്തിനധികം അദ്ദേഹം 41 വർഷമാണ് അദ്ദേഹം ഇന്ത്യയിൽ പ്രവർത്തിച്ചത്. 41 വർഷം. ഒരു തവണ പോലും തന്റെ നാട്ടിൽ പോയി, അല്ലെ, കാർഷ എടുക്കാനോ അവിടെ നിന്ന് ഞാൻ പോയില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമർപ്പണമാണ്. അപ്പൊ വില്യം കേരി ശക്തമായിട്ട് വാദിച്ചു. ഈ സമയത്ത് പുള്ളി ഈ ബാപ്റ്റിസ്റ്റ് അസോസിയേഷനിൽ വില്യം കേരി ശക്തിയുക്തം വാദിക്കുന്ന സമയത്ത് അദ്ദേഹം ക്ലാർക്ക് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, അവിടുത്തെ ഒരു ഷൂ നിർമ്മാണ കമ്പനിയിൽ പരിശീലനം നേടിക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പൊ ഒരു ചെരുപ്പൂത്തിയായിട്ടുള്ള, അല്ലെ, അയാളെ ജോലി നോക്കണം. അന്നും ഈ ജാതിയൊന്നും ഇല്ലെങ്കിലും എല്ലാവരും നോക്കുമല്ലോ, ജോലിയാണല്ലോ സ്റ്റാറ്റസ് നോക്കുന്നത്, അല്ലെ. പക്ഷെ സ്റ്റാറ്റസ് ചെരുപ്പ് ഷൂ മേക്കർ, ചെരുപ്പ് വൃത്തിയാക്കുന്ന ആളിന്റെ സ്റ്റാറ്റസ് അല്ലല്ലോ തന്റെ അകത്തിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ സ്റ്റാറ്റസ് ആണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും ഒരാളെയും തൊഴിൽ കണ്ട് വിധിക്കരുത്. നമ്മൾ ഒരു പക്ഷേ ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകാം. പക്ഷെ നമ്മൾ കാണുന്ന വ്യക്തി ഒരു ഭിക്ഷക്കാരനായിരിക്കാം, പക്ഷെ അവന്റെ അകത്തിരിക്കുന്ന ചിലപ്പോൾ നമ്മളെക്കാളും വലിയ സ്റ്റാറ്റസ് ആയിരിക്കും. ഇത് നമ്മൾ മറന്നു പോകരുത്.
അപ്പൊ വില്യം കേരി അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി. അന്ന് 14ാമത്തെ വയസ്സിൽ വില്യം കേരി രക്ഷാനുഭവത്തിൽ വരികയാണ്. ഈ സമയം അദ്ദേഹം ഈ ജോൺ വാർ എന്ന് പറയുന്ന സഹപ്രവർത്തകൻ എന്നാണ് സുവിശേഷം കേട്ടത്. ജോൺ വാർ എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകൻ തന്റെ ഒരു കൂട്ടുകാരൻ നിന്നാണ് സുവിശേഷം കേട്ടത്. 14ാമത്തെ വയസ്സിൽ വില്യം കേരി രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരുന്നു. 1770 അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മഹത്തായ സംഭവം. 1761 ജനിച്ചെന്ന് നേരത്തെ എന്നെ പരിചയപ്പെടുത്തിയ വ്യക്തി തന്നെ പറഞ്ഞു. 1761 1770 അദ്ദേഹം ജീവിതത്തിലെ മഹത്തായിട്ടുള്ള ആ രക്ഷാനുഭവത്തിലേക്ക് വന്നു. അപ്പം വില്യം കേരിയുടെ ബാല്യകാലം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 1761 ആഗസ്റ്റ് 17 മധ്യ ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ഈ നോർത്തംപ്ടൺ എന്ന് പറഞ്ഞ ഷെയറിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷെ അന്ന് ബ്രിട്ടൻ വലിയ കോളനിയൽ ശക്തിയായിട്ടൊക്കെ വാഴുന്ന കാലമാണ്. പക്ഷേ താമസിയാതെ ആ സമയത്ത് ബ്രിട്ടന് അമേരിക്കയുടെ കോളനികളൊക്കെ നഷ്ടമായി. അപ്പോ ആ സമയം അമേരിക്കയിലെ ജോൺ നാഥൻ എഡ്വാർഡ്, അതുപോലെ തന്നെ ബ്രിട്ടനിലെ ജോൺ വെസ്ലി, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ ആത്മീയ ഉണർവ് നടക്കുന്ന സമയമാണ്. സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്ന സമയമാണ്. ഈ സമയങ്ങളിൽ ഈ 14 വയസ്സുള്ള പയ്യനാണെങ്കിലും വില്യം കേരി പുസ്തകങ്ങൾ വായിക്കുക. ലിറ്ററേച്ചറിൽ കൂടിയാണ് കൂടുതലായിട്ട് ആത്മീയത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നതാണ്. അപ്പൊ നമ്മൾ ഈ വായനാശീലം എന്ന് പറയുന്നത് കൊച്ചു കാര്യമൊന്നുമില്ല. ഇന്നിപ്പോ മൊബൈൽ ഉള്ളതുകൊണ്ട് നമ്മളത് അല്ലെ വായനാശീലമല്ല, നമുക്ക് തോണ്ടുന്ന ശീലം മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഭാഷ മോശമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമുക്ക് വായിക്കണം. വായിക്കുമ്പോഴാണ് നമ്മളെ മനസ്സ് അതിലൂടെ യാത്ര ചെയ്ത് ആ വായിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ദൈവം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ വായിച്ചതുപോലെ ഒരു പുസ്തകം എഴുതാനൊക്കെ നമുക്ക് തോന്നിക്കുന്നത്. ഒരു മൊബൈലിൽ ഒരു മെസ്സേജ് കണ്ടെന്ന് നമുക്ക് അതുപോലെ മെസ്സേജ് ഉണ്ടാക്കാൻ ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ അത് ശാശ്വതമല്ല. അതൊക്കെ കുമിള പോലെ വേണം. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എവർലാസ്റ്റിംഗ് ഫ്രണ്ട്സ് ആണ്. മനുഷ്യൻ ചതിക്കും, പക്ഷെ പുസ്തകങ്ങൾ ഒരിക്കലും ചതിക്കത്തില്ല. എവർലാസ്റ്റിംഗ് ഫ്രണ്ട്സ്. നമ്മൾ മരിച്ചാലും നമ്മുടെ ആശയങ്ങൾ ലോകത്ത് ജീവിക്കുന്ന പുസ്തകങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് ഇഷ്ടപ്പെടണം എന്നുള്ളത് കൂടിയാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് സംവിധാനമുണ്ട്, എങ്കിലും വായനാശീലം മുറക്കരുത്. ഈ വില്യം കേരി ഈ ജോൺ നാഥൻ എഡ്വാർഡിന്റെയും ജോൺ വെസ്ലിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ആത്മീയ ഉണർവിലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് ഈ പശ്ചാത്തലമെല്ലാം കൂടെ കേറിയുടെ ജീവിതത്തിൽ ഭയങ്കര ആത്മീയ വീക്ഷണം ഉണ്ടാക്കി. നന്നായിട്ട് സ്വാധീനിച്ചു അദ്ദേഹം. കേറിയുടെ പിതാവ് ഒരു നെയ്ത്തുകാരനായിരുന്നു. പിതാവ് നെയ്ത്തുകാരൻ. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, നെയ്ത്തുകാരനായിട്ടല്ല മരിച്ചത്. നെയ്ത്തുകാരനായിട്ട് തുടങ്ങി, പക്ഷെ പിന്നീട് അദ്ദേഹം സ്കൂൾ അധ്യാപകനായിട്ട് പ്രവർത്തിച്ചെങ്കിലും അതിനുശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു അദ്ദേഹം ഒരു ശുശ്രൂഷനായി. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇടവക പട്ടക്കാരനായിട്ട് ശുശ്രൂഷിച്ചു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇടവക പട്ടക്കാരനായിട്ട് ശുശ്രൂഷിച്ചു. അപ്പൊ തുടക്കം നെയ്ത്തുകാരൻ, പിന്നെ സ്കൂൾ അധ്യാപകൻ, പിന്നെ ശുശ്രൂഷകൻ. അല്ലെ ബിൽ ഗേറ്റ്സ് പറഞ്ഞ പോലെ അല്ലെ, ജനിക്കുന്നത് പിച്ചക്കാരന്റെ മോനാണെങ്കിലും മരിക്കുമ്പോൾ പിച്ചക്കാരന്റെ മോനാണെങ്കിൽ നിന്റെ മാത്രം കുഴപ്പമാണ്, അല്ലെ അപ്പന്റെ കുഴപ്പമല്ല. നമ്മള് ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്കാണ് വില്യം കേരിയുടെ ഒരു മുഖമുദ്ര. അത് തന്റെ അപ്പനിലുണ്ടായിരുന്നുള്ള കാര്യം മനസ്സിലാക്കണം. അല്ലെ വിത്ത് ഗുണമെന്ന് പറഞ്ഞ പോലെ അല്ലെ ഹാർഡ് വർക്കാണ്. നമ്മുടെ കൈ കെട്ടി കിടന്ന് ഉറങ്ങിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നോക്കി, ഈ ബാലനായ കേരിക്ക് ഭയങ്കരമായിട്ട് രോഗാതിരതങ്ങളുള്ളത് ബാല്യകാലത്ത്. വിദ്യാഭ്യാസം വളരെ പരിമിതമായ വിദ്യാഭ്യാസമാണെങ്കിലും അദ്ദേഹത്തിന് അന്ന് തന്നെ ഭയങ്കരമായിട്ട് ഭാഷയോടൊരു എന്താ പറയുന്ന ഒരു എന്തൂസിയാസം, ജിജ്ഞാസ, ഒരു ആവേശം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് കൂടെ അറിയാമല്ലോ. ലാറ്റിൻ, ഗ്രീക്ക്, എബ്രായ ഭാഷ, ഡച്ച് ഭാഷ, ഫ്രഞ്ച് ഭാഷ, ഇത്രയും ഭാഷ. എനിക്ക് 6 ഭാഷയായി. വിദ്യാഭ്യാസം കുറവുള്ള രോഗം പിടിച്ചെടുക്കുന്ന കൊച്ചുകാർക്ക് ബോഡി കാണുമ്പോൾ അറിയാലോ. വില്യം കേരിയുടെ ഫോട്ടോ നിങ്ങൾ ഒത്തിരി കണ്ടുകാണും. ഒരു പേട്ട തേങ്ങ പോലെ ഇരിക്കുകയാണ്. നല്ല തേങ്ങ അല്ല, നല്ല തേങ്ങ ആണെങ്കിൽ വിൽക്കാൻ കൊണ്ടുപോകും. നമ്മൾ അല്ലേ തിരിയുടെ ഒരു പേട്ട തേങ്ങ ഉണ്ടല്ലോ, അതുപോലത്തെ ബോഡിയാണ്. കൊച്ചു നമ്മുടെ യോഗിൻ ചെവിടൊക്കെ പോലത്തെ ഒരു കൊച്ചു ശരീരമാണ്, ഒതുങ്ങിയ. അത്രയ്ക്കുള്ള ആരോഗ്യമൊന്നുമുള്ള ശരീരമല്ല. പക്ഷേ ഈ 6 ഭാഷ ആ ചെറിയ പ്രായത്തിൽ തന്നെ വില്യം കേരിക്ക് അറിയാമായിരുന്നു. മാത്രമല്ല, ഇത് കൂടാതെ ചരിത്രം, ഭൂമിശാസ്ത്രം, കൃഷി, സസ്യശാസ്ത്രം ഇതെല്ലാം പഠിക്കുന്നതിൽ താൻ തൽപരനായിരുന്നു. നോക്കി, വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു കൊച്ചു പയ്യൻ, അപ്പൻ നെയ്ത്തുകാരൻ എന്ന് പറയുമ്പോൾ തയ്യക്കാരന്റെ മോൻ അല്ലെ. മോന് വിദ്യാഭ്യാസവും കുറവ്, വീട്ടിൽ ഇരിക്കുകയാണ്. പക്ഷെ അവൻ ചുമ്മാ ഇരിക്കുന്നില്ല. കൃഷിയില്, ഭൂമിശാസ്ത്രത്തില്, ചരിത്രത്തില്, സസ്യശാസ്ത്രത്തിലൊക്കെ പഠിച്ച് തൽപ്പനായ 14ാമത്തെ വയസ്സിലാണ് ഈ ഷൂ നിർമ്മാണ കമ്പനിയിൽ ചേരുന്നത്. അപ്പോൾ 4 വർഷം കൂടി അവിടെ പ്രവർത്തിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ വിവാഹത്തിലേക്ക് വരുമ്പോൾ 1781 ഏകദേശം 64 ജനിച്ചു. അപ്പൊ 20 വയസ്സ് പ്രായ സമയത്താണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. യുവതി വിവാഹം കഴിച്ചു. ആ യുവതിക്ക് 25 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. അവരെ പേര് നിങ്ങൾക്ക് അറിയാം, ഡൊറാത്തി. ഡൊറാത്തി പ്ലാക്കറ്റ് എന്നാണ് അവരുടെ പേര്, പ്ലാക്കറ്റ്. അപ്പം ഡൊറാത്തി വിവാഹം കഴിക്കുന്ന സമയം അവർക്ക് 20 വയസ്സ്, പക്ഷേ ഭർത്താവായിട്ടുള്ള കേറിക്ക് അന്ന് 20 വയസ്സാണ്. അത് ആ സംസ്കാരത്തിൽ അത് പ്രശ്നമൊന്നുമല്ല. അപ്പൊ നോക്കി, 1785 ഇദ്ദേഹം ഈ മാർട്ടൺ ബാപ്റ്റിസ്റ്റ് ചാപ്പലിൽ ഒരു ശുശ്രൂഷനായിട്ട് ചുമതലയേറ്റു. വിവാഹം കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ കുടുംബജീവിതത്തിലോട്ട് അങ്ങനെ മാത്രം ഒതുങ്ങിയല്ല,
വിവാഹം കഴിച്ചു, 81 വിവാഹം കഴിച്ചു. പക്ഷെ 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഒരു ശുശ്രൂഷകനായിട്ട് കയറുകയാണ് ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ. ഇപ്പൊ 2 വർഷത്തിന് ശേഷം അദ്ദേഹം ബാപ്റ്റിസ്റ്റ് സഭയുടെ ഓർഡൈൻഡ് പാസ്റ്ററായി. ഇപ്പം സഭാ ശുശ്രൂഷനായിട്ട് പുരോഗമനം ഉണ്ടായിരുന്നു, അവിടെയാണല്ലോ ഓർഡൈൻഡ് പാസ്റ്റർ ആയത് അല്ലേ, സ്ഥാനക്കയറ്റം നൽകി. അപ്പൊ ഈ വില്യം കേരിയുടെ ഭാവി സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഒരു വേദി ഒരുങ്ങലായിരുന്നു ആ സമയം. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ച സമയമാണ്. പക്ഷെ വില്യം കേരി ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം, നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗാഡ്. ഇത് എവിടെ നിന്നാണ് കിട്ടുന്ന അറിയാമോ? ഇതാ യെശയ്യാവിന്റെ 58 അധ്യായത്തിന്റെ ആയ വാക്യമാണ് അദ്ദേഹത്തിന് ആ ഒരു പ്രചോദനം കിട്ടി. 54 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, യെശയ്യാവ് പ്രവചനത്തിന്റെ 54 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഇതിനെ ആധാരമായിട്ട് ആണ് അദ്ദേഹം ഒരു പ്രസംഗമൊക്കെ ഉണ്ടാക്കുന്നത്. അത് ഞാൻ പറയാം. അപ്പം അദ്ദേഹത്തിന് ഈ സാമ്പത്തികം വളരെ കുറവാണ്. പക്ഷേ പുസ്തകം കിട്ടുന്ന പൈസയൊക്കെ വാങ്ങിച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കും. അങ്ങനെയൊക്കെ മെച്ചപ്പെട്ട ഒരു വിജ്ഞാനം അദ്ദേഹത്തിന് പകർന്നു കൊടുക്കും കിട്ടാനായിട്ട് ഇടയായി. ലോകത്തിന്റെ പല ഭാഗത്തിൽ സുവിശേഷം അറിയിക്കേണ്ട ഒരു ആവശ്യം തന്നെ മനസ്സിൽ കിടന്ന് തിളക്കുകയാണ്. അപ്പം ജാതികളെ മനസ്സിലപ്പെടുത്തുന്നതിന് മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിയൊക്കെയുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് താൻ ഒരു അന്വേഷണം, അങ്ങനെ അതിനെക്കുറിച്ചൊരു പുസ്തകം അദ്ദേഹം എഴുതുകയാണ്. ആ പുസ്തകത്തിന്റെ പേരിങ്ങനെയായിരുന്നു, an enquiry into the obligations of Christians to use means for the conversation of the heathen. അതിന് നമ്മൾ ഒറ്റ വാക്ക് പറയാനായിട്ട് പാടാണ്, എങ്കിലും നമുക്കിങ്ങനെ പറയാം. അതായത് ഈ ജാതികളെ മനസ്സനപ്പെടുത്തുന്നതിന് മാധ്യമങ്ങൾ ഉപയോഗിക്കുവാൻ ക്രിസ്ത്യാനിയൊക്കെയുള്ള ഉത്തരവാദിത്തത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണം, അതാണ് പുസ്തകത്തിന്റെ പേര്. നോക്കിയാണ് ആ ഹെഡിങ്ങിൽ തന്നെ ഉണ്ടല്ലോ ഒരാളിന്റെ വിഷൻ. ഇങ്ങനെ ഒരു ഹെഡിങ് ഉണ്ടോ അല്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ അല്ലേ, യേശു നടക്കുന്നു, യേശു പോകുന്നു, യേശു ഇരിക്കുന്നു, യേശു കുളിക്കുന്നു എന്നൊക്കെ, അങ്ങനെയൊക്കെ അല്ല സഭകളുടെ പോലും പേര്, ഇന്നത്തെ പേരുകളല്ലേ. പക്ഷെ ആ തന്റെ മിഷൻ തന്നെ അതിനകത്ത് കിടക്കുക. അപ്പം ജാതികളെ മനസ്സിലപ്പെടാം, അതാണ് ഉള്ള പർപ്പസ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? മാധ്യമങ്ങൾ, മീഡിയ, അത് ക്രിസ്ത്യാനികളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച്, അതിന് ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ കഴിവുള്ള മാധ്യമങ്ങൾക്ക് എന്താണ് അതിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് അദ്ദേഹം പുസ്തകം എഴുതിയത്. അതുപോലെ എന്ത് ചിന്തിച്ചുവോ അത് തന്നെ തനായി തീർന്നു അല്ലേ. അദ്ദേഹം തന്നെ മീഡിയയിലും അല്ലെ, അദ്ദേഹം തന്നെ ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് വരികയില്ല. അപ്പം നമ്മളെ പൈപ്പിനകത്ത് ടാങ്ങിനകത്തുള്ളത് ടാപ്പിനകത്ത് വരും. ഈ ടാങ്ങിന് എന്ത് ഇരിക്കുന്നു അതാണ് ടാപ്പ് തുറക്കം വരുന്നു പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ മനസ്സ് മൊത്തം തിളച്ചു മറിഞ്ഞത് ജാതികളെ നേടണം, ലിറ്റർ ആൾക്കാരെ എങ്ങനെ സാംസ്കാരികമായിട്ട് ഉത്തേജനപ്പെടുത്തണം അല്ലെ. എല്ലാ രീതിയിലും ഒരു സോഷ്യൽ റിഫോർമറാണ്. വില്യം കേരിയെ കുറിച്ച് നമ്മൾ ഒരു വാക്കിലൊന്നും പറഞ്ഞു ഒതുക്കാൻ പറ്റത്തില്ല. അദ്ദേഹം സോഷ്യൽ റിഫോർമർ മാത്രമല്ല, അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. ഈ സമയത്തൊക്കെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇവിടുത്തെ ഈ അനാചാരങ്ങളെ മാറ്റുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കൊണ്ടൊന്നും നോക്കത്തില്ല. അപ്പോൾ അതെല്ലാം ഒറ്റ മനുഷ്യൻ എന്നുള്ള പോലെ അദ്ദേഹം ഒരു നമ്മുടെ രാജാറാം മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും അങ്ങനെ പലരും കൂടി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കൊടുത്ത് അല്ലെ, സ്കൂൾ ഉണ്ടാക്കുക, 100 സ്കൂളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ കൊച്ചു കാര്യങ്ങളാണ് അല്ലെ. ആ ചെരുപ്പ് കുത്തി പിന്നെ ബംഗാളി പ്രൊഫസറാകുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ എല്ലാ രീതിയിലും ഒരു മാറ്റം തന്റെ മനസ്സിൽ ഉണ്ടെന്നുള്ള ഈ പുസ്തകത്തിന്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്കറിയാം. ഈ പുസ്തകത്തിന്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹത്തിന്റെ ഐഡിയ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്ന അദ്ദേഹത്തിനെ വിളിക്കുന്നത് തന്നെയല്ലേ മോഡേൺ മിഷൻ ഓഫ് ഫാദർ എന്നാണ്. ഇപ്പൊ സോഷ്യൽ റിഫോമറാണ്, ഫാദർ ഓഫ് മോഡേൺ മിഷനാണ്, ബാപ്റ്റിസ്റ്റ് മിഷണറി ആയിരുന്നു. 40 ഭാഷകളിലാണ് അദ്ദേഹം ബൈബിൾ തർജ്ജമ ചെയ്തത്. കന്നഡ എന്ന് പറഞ്ഞാൽ നമ്മളെ കർണാടകത്തെ സ്റ്റേറ്റിലെ ആദ്യത്തെ പുസ്തകം എന്ന് ചോദിച്ചാൽ വില്യം കേരി തർജ്ജമ ചെയ്ത പുതിയ നിയമമാണ്. എടൂരി അത്രയും അല്ലെ, വൈഡൂര് കനികളൊക്കെ ഉള്ള വലിയ പണക്കാരൊക്കെ ഉള്ള കർണാടക എന്ന് ഭയങ്കര അല്ലെ, എത്രയോ വർഷം BJPയുടെ ഒക്കെ മുഖ്യമന്ത്രികൾ ഭരിച്ച കന്നഡയിലെ ആദ്യമായിട്ട് അച്ചടിച്ച ആദ്യ പുസ്തകം ബൈബിൾ സൊസൈറ്റി ഇറക്കിയ ആ പുസ്തകമാണ്. അത് അതുപോലെ തന്നെ ആ സമയത്ത് അദ്ദേഹം വേറെ സ്ഥാപനം പഠിച്ചിട്ടുണ്ട്. 1820 അഗ്രികൾച്ചർ ആൻഡ് ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നോക്കി ഞാൻ പറഞ്ഞത് ഒരു തൻ കൃഷിയുടെ പുസ്തകം വായിക്കുമായിരുന്നു, മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് വായിക്കുമായിരുന്നു, അല്ലെങ്കിൽ സോഷ്യൽ റിഫോർമർ. അപ്പൊ ഇതെല്ലാം മനസ്സിൽ കിടന്നത് എല്ലാം കൂടെ ചേർത്താണ് ആ പുസ്തകത്തിന്റെ പേര് പറയാൻ വേണ്ടിയാണ് അത്രയും പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഐഡിയാസ് എന്താണോ, നമ്മുടെ ആഗ്രഹം എന്താണോ, അതിന്മേലാണ് ദൈവം അഭിഷേകം ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഒരു മനുഷ്യന് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഉപവസിച്ച് നമ്മളെ ഇവിടെ ചർച്ചിലെ ഉപവാസ പ്രാർത്ഥന എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അടയിരുന്ന് അതിനുവേണ്ടി അത് തന്നെയാണ് തന്റെ വാസം, അത് തന്നെയാണ് തന്റെ ഉപവാസം. ആ രീതിയിൽ വളരുന്നൊരു വ്യക്തിക്ക് അത്ര കണ്ട് വലിയൊരു അഭിഷേകം കർത്താവ് കൊടുക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന്റെ ലിവിങ് എക്സാമ്പിൾ ആണ് വില്യം കേരി.
കാര്യം ഞാൻ പറഞ്ഞ അതിന്റെ പുറകെ ഞാൻ പറഞ്ഞു വരാം. കാരണം അദ്ദേഹത്തിന് വിവാഹം വരെയാണ് ഞാൻ പറഞ്ഞതില്ലേ. തിരിച്ചതിലേക്ക് തരട്ടെ. നമ്മളിപ്പം ഈ മെയിൻ റോഡ് NH കൂടെ വന്നിട്ട് പിന്നെ ഇട റോഡിൽ പോയവരായിപ്പോയി. തിരിച്ചതിലേക്ക് തന്നെ വരാം. അപ്പൊ അദ്ദേഹം ഓർഡൈൻ പാസ്റ്ററായിട്ടും അദ്ദേഹത്തിന് പാസ്റ്ററായിട്ട് വന്നു. അദ്ദേഹം തുടങ്ങിയത് അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഓർഡൈൻഡ് പാസ്റ്ററായി. ഈ സമയത്ത് ഒരു പുസ്തകം എഴുതിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിനു ശേഷം അദ്ദേഹം ഈ 54 അധ്യായത്തിന്റെ യെശയ്യാവ് 54 അധ്യായത്തിന്റെ 2-ാം വാക്യത്തെ ആധാരമാക്കിയിട്ട് അതാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ദൈവത്തിന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കും വേണം, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും വേണം. അപ്പം ദൈവത്തിന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുവീൻ എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞത്. ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവീൻ എന്ന് അദ്ദേഹം എപ്പോഴും പറയും. നിങ്ങൾ ഇന്ന് ആരെങ്കിലും നമ്മൾ സെറാംപൂർ യൂണിവേഴ്സിറ്റി ചെന്നാൽ അവിടെ ഗേറ്റിൽ, ഞാനത് കണ്ടിട്ടുണ്ട്, ഗേറ്റിന്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആപ്ത വാക്യമായിരുന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹം 1792 ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റി രൂപീകൃതമായിട്ട്. അന്ന് 14 അംഗങ്ങളാണുള്ളത്, 14 അംഗങ്ങൾ. അപ്പം 13 പൗണ്ട് മൂലധനമാണ് അന്ന് ആരംഭിക്കുന്നത്. അപ്പം അതിന്റെ പ്രഥമ ഹോം സെക്രട്ടറി ആയിട്ട് ഒരു ആൻട്രം ഫുള്ളർ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഇദ്ദേഹം വില്യം കേരി ഇന്ത്യയിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. വില്യം കേരി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യം താൻ ചിന്തിച്ചത്, അതിനു മുമ്പ് അദ്ദേഹം ചിന്തിച്ച ഈ തഹത്തി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, തഹത്തി എന്ന് പറയുന്ന സ്ഥലം, അവിടെ സുവിശേഷ പ്രവർത്തനം ചെയ്യണമായിരുന്നു. പക്ഷെ ആ ഇടയ്ക്കാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന CMS മിഷണറി ആയിട്ടുള്ള ജോൺ തോമസുമായിട്ട് അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു, അദ്ദേഹം ഒരു മിഷണറിയാണ്, ഒരു ഡോക്ടറാണ്. അപ്പൊ ജോൺ തോമസുമായിട്ട് അദ്ദേഹം സമ്പർക്കത്തിലാകുകയും താൻ ഇന്ത്യയിലെ പ്രവർത്തനത്തെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യും. അപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി വർക്ക് ചെയ്യാൻ തയ്യാറാണ്, ജാതികൾ നേടണം, വിശ്വാസികളൊന്നുമില്ല, ക്രിസ്ത്യാനികളില്ലാത്ത രാജ്യത്ത് പോയി വർക്ക് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഈ സമയത്ത് കേറിക്ക് ഇന്ത്യയിലെ അവസ്ഥയെക്കുറിച്ചും ഇന്ത്യയിലെ അന്നത്തെ അനാചാരത്തെക്കുറിച്ചും ഇന്ത്യ എന്ന ഇരുണ്ട അല്ലെ സോഷ്യലി കൾച്ചറിലേക്ക് നമ്മൾ വളരെ പൂറായിരുന്നു, ആ അവസ്ഥയെക്കുറിച്ചൊക്കെ കേറിക്ക് അദ്ദേഹം ഈ തോമസ് സംസാരിച്ചപ്പോഴത്തേക്ക് ഇന്ത്യയിൽ തന്നെ വരണമെന്നുള്ള ഒരു പ്രേരണയാണ്. ഈ നമ്മളൊന്ന് ആലോചിക്കണം, നല്ല രാജ്യം, നല്ല ഫുഡ്, നല്ല സംസ്കാരം, നല്ല അല്ലെ, ഇപ്പം ശുശ്രൂഷകനാണ്, ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ ശുശ്രൂഷകനാണ് അല്ലെ, അദ്ദേഹത്തിന്റെ ഫാദറും അങ്ങനെയായിരുന്നു. അപ്പൊ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് ഉള്ള വ്യക്തി അതെല്ലാം കളഞ്ഞ് ഈ തോക്ക് തിരിച്ചു പിടിക്കുന്ന ഒരു കാലമായിരുന്നു നമ്മുടെ അന്നത്തെ കാലം അല്ലെ. തോക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ അമ്പും വില്ലും ഒക്കെ എഴുതുന്ന അങ്ങനെ ഒരു അപരിഷ്കൃതമായ ഒരു രാജ്യത്ത് വന്ന് ക്രിസ്ത്യാനികളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വന്ന് ക്രിസ്തുവിന്റെ സുവിശേഷം പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അകത്തിരിക്കുന്ന അഭിഷേകത്തിന്റെ അല്ലെ, കട്ടിക്കിരിക്കുന്ന അല്ലെ, എന്താണ് കൽക്കരി കനി പോലെ അല്ലെങ്കിൽ വൈഡൂര കനി പോലെ എത്ര കട്ടിയായിട്ട് ഇരുമ്പ് അയിര് പോലൊക്കെ ഉള്ള എത്ര അടുക്കും ചിട്ടയുമുള്ള അഭിഷേകമാണെന്ന് നമ്മൾ നോക്കി വില്യം കേരി. അതൊക്കെയാണ് നമ്മൾ ഈ കുറെ കാര്യങ്ങൾ പഠിക്കുന്നതല്ല, നമ്മൾക്ക് എന്ത് കിട്ടും അതിൽ നമുക്ക് അതിന്റെ ഒരു അംശം കിട്ടിയാൽ അല്ലെ. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് വില്യം കേരിക്ക് 32 വയസ്സ് പ്രായമാണ് ഈ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത്. അദ്ദേഹം വിവാഹിതനാണ്, 3 മക്കളുണ്ട്, ഭാര്യ ഗർഭിണിയാണ്. ഭാര്യയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ഈ എല്ലാം ഒത്തു കിട്ടത്തില്ലല്ലോ. കാരണം ദാവീദ് പോലെ യോബിന് പോലെയൊക്കെ എല്ലാം കൂടെ ഒത്തു തന്ന പിന്നെ നമ്മുടെ ദൈവമായിട്ടൊക്കെ ആയിപ്പോലും, അതുകൊണ്ട് ദൈവം അങ്ങനെ കൊടുക്കത്തില്ല. അപ്പം വില്യം കേരിയുടെ ദർശനമൊന്നും പുള്ളിക്ക് ഭാര്യയ്ക്കില്ല, അവർ വലിയ വിദ്യാഭ്യാസമില്ല. ഇപ്പൊ സുവിശേഷാർത്ഥം ഒരു വിദൂര രാജ്യത്ത് പോകാൻ ഒരിക്കലും താല്പര്യമില്ലാത്തൊരു വിമുഖമായ ഒരു സ്വഭാവമായിരുന്നു വില്യം കേരിയുടെ ഭാര്യയ്ക്ക്. മാത്രമല്ല ഗർഭിണിയാണ് ആ സമയത്ത്. പക്ഷേ 5.5 മാസം, ഏകദേശം 5 മാസത്തിന് മുകളിൽ 5.5 മാസം കപ്പലിൽ ഈ ഗർഭിണിയായ ഭാര്യ ഉൾപ്പെടെ യാത്ര ചെയ്യണമെങ്കിൽ അവരെയും ദൈവം തൊട്ടതുകൊണ്ട് ഈ 3 മക്കള്, ഈ 3 മക്കളെയും പിന്നെ ഈ ഗർഭിണിയായ ഭാര്യയും വില്യം കേരി എല്ലാം കൂടെ തോമസാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്, യാത്ര ചെയ്ത് വരികയാണ്. അപ്പം എത്രമാത്രം കടൽക്ഷോഭവും എന്തെല്ലാം അല്ലേ, നമ്മൾ ഈ കപ്പലിലൊക്കെ അറിയാ, പ്ലെയിനിൽ പോണത് പോലെയല്ല കപ്പലല്ലേ, ഛർദ്ദൽ, പ്രത്യേകിച്ചും ഗർഭിണികളൊക്കെ ആ സമയത്ത് വളരെ അതാണ്. പക്ഷെ അന്ത്യകൽപ്പന അവര് ഒത്തിരി പറഞ്ഞു. അപ്പൊ വില്യം കേരി പറഞ്ഞു, എനിക്ക് ദർശനം കിട്ടി, ഇന്ത്യയിൽ പോകണം. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്കാണ് ദർശനം കിട്ടി, എനിക്ക് കിട്ടിയില്ല, ഞാൻ വരുന്നില്ല. ഭയങ്കരമാണ് തീർത്തു ഇല്ല, മരിക്കാത്ത ആനയെ കൊണ്ടുവരുന്ന പോലെയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അന്ത്യകൽപ്പനയുടെ അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് അന്ത്യകൽപ്പനയുടെ നിഷേധിക്കാൻ കഴിയാത്ത അനുസരണമാണ് എന്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നത്. അന്ത്യകൽപ്പന മത്തായി 28 അല്ലെ 19. അപ്പൊ അന്ത്യകൽപ്പനയുടെ നിഷേധിക്കാൻ കഴിയാത്ത അനുസരണം എന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഭാര്യയെ നീ എന്റെ കൂടെ വരണം. അപ്പൊ വചനം പറഞ്ഞാൽ ഏത് ഭാര്യയും കൂടെ വരും കേട്ടോ, ഏത് ജാതികളും കൂടെ വരും. ആമേൻ, സ്തോത്രം. പക്ഷെ അദ്ദേഹം നല്ല ഭർത്താവാണ്, നല്ല സ്നേഹമുള്ള ഭർത്താവാണ്. എങ്കിലും ആ ഭാര്യയെ ഉപേക്ഷിച്ചിട്ടൊന്നുമല്ല, ഭാര്യയും കൂടെ തന്റെ ദർശനത്തിന് ഒത്ത് കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ ഒടുവിൽ തന്റെ പുത്രനോടൊപ്പം അദ്ദേഹം ഈ ജോൺ തോമസും അവരെല്ലാം കൂടെ 1793 നവംബർ 11 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബംഗാളിന്റെ പ്രദേശത്ത് വന്നു. അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യക്കാരല്ല,
ബ്രിട്ടീഷുകാരാണെന്ന് ഓർക്കണം. ഇന്ത്യക്കാർ പല നാട്ടുരാജ്യങ്ങളായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരവസ്ഥ. ഇന്നത്തെ പാർലമെന്റും കാര്യങ്ങളും ഇന്നത്തെ അല്ലേ പോലീസും പട്ടാളവും ഇന്നത്തെ എയർപോർട്ടൊന്നും ഇല്ല, ഇന്നത്തെ പാലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ ബുദ്ധി അങ്ങ് പറന്നുകൊണ്ട് പോകണം. 100 വർഷത്തേക്കൊക്കെ മുമ്പോട്ട് പോകണം. മനസ്സിലായില്ലേ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇന്ത്യയാണ്. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബംഗാളിന്റെ പ്രദേശത്താണ് വന്നിറങ്ങി. അപ്പൊ ഭാര്യയും ഒക്കെ ഉണ്ട് അവിടെ. വളരെ ദുഃഖമായിട്ടുള്ള ജീവിതം. ഞാൻ ചുരുക്കി പറയാം, സമയം ഇത്തിരി പെട്ടെന്ന് പോവുകയാണ്. വളരെ വളരെ ദുഃഖമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പൊ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇവിടെ ഭരിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ അവർക്ക് ഈ ബിസിനസ്സിന് വേണ്ടി വന്നതാണ്. അവർക്ക് സുവിശേഷം ഇഷ്ടമല്ല. ആരും യേശുവിനെ കുറിച്ച് പറഞ്ഞു, കാരണം യേശുവിനെ കുറിച്ച് പറയുകയോ വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ വിവരം പ്രാപിച്ചു കഴിഞ്ഞാൽ അവരെ ബിസിനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തന്നെ ഈ സുവിശേഷത്തോട് വളരെ നിഷേധാത്മകമായിട്ടാണ് പെരുമാറിയത്. പക്ഷെ തോമസ് ഉള്ളതുകൊണ്ടും, തോമസ് ഡോക്ടർ ആയതുകൊണ്ടും, അതിൽ ചില മിഷണറിമാര് ചില ബിസിനസ്സുകാരെയൊക്കെ തോമസിന് പരിചയമുള്ളതുകൊണ്ടും ആദ്യം വലിയ എതിർപ്പുണ്ടായി. പക്ഷെ പിന്നീട് എതിർപ്പുണ്ടായി. മനസ്സിലായി? അപ്പം അനുകൂലമല്ലാത്തൊരു കാലാവസ്ഥ. ഇന്ത്യയിൽ പാവങ്ങൾ ഒന്നും അറിയത്തില്ല. അവർക്ക് നിറയെ ഡ്രസ്സ് പോലും ധരിക്കാൻ ഇല്ലാത്ത വളരെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ദേശമാണ് പശ്ചിമ ബംഗാളൊക്കെ. ആ സമയത്ത് ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. പക്ഷെ അവർ സുവിശേഷത്തിന് എതിര്. അപ്പം പടപേടിച്ച് പന്തളത്ത് നിന്നപ്പം ചൂട്ടുകെട്ടിപ്പടന്നൊക്കെ പറയുന്ന പോലുള്ള അനുഭവമാണ്. അപ്പോൾ പനിയും അതിസാരം ഒക്കെ വില്യംകരിയുടെ വന്നു, മലേറിയ വന്നു, ഒരുപാട് അസുഖങ്ങൾ വില്യംകരിക്കുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് 5 വയസ്സുള്ള മകൻ ന്യൂമോണിയ പിടിപ്പിച്ചു, പനി വന്നു, അത് ന്യൂമോണിയ ആയി. പീറ്റർ കൊച്ചു ചെറുക്കനാണ്, 5 വയസ്സേ ഉള്ളൂ, ന്യൂമോണിയ. പീറ്റർ മരിച്ചു, പിടിപെട്ട് മരിക്കുകയാണ്. ഈ സംഭവം ഭയങ്കര ഒരു മാനസിക നില തെറ്റുവാനിടയായി ഭാര്യ സഭയിൽ. കാരണം ഈ 5 വയസ്സുള്ള കൊച്ചിനെ, ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഒരുപാടുണ്ട്, ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാം. കാരണം ഈ തോമസിനെ കൊണ്ടുവന്നെങ്കിലും പിന്നെ തോമസിനെ ഒന്നും കണ്ടില്ല കേട്ടോ. ഹിംസോന്റെ നേരെ ബാലസിംഹം ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പനെയും കണ്ടില്ല, അമ്മയും കണ്ടില്ല. അപ്പനും അമ്മയൊക്കെ ഓടിക്കളഞ്ഞു. അഭിഷേകമുള്ളത് ഒറ്റയ്ക്കാവും. അങ്ങനെയാണ്. അപ്പൊ ഈ വില്യംകരിക്ക് പൈസയൊക്കെ തീർന്നു. കൊണ്ടുവന്ന പൈസ ഉണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. പൈസ തീർന്നപ്പം പിന്നെ തോമസിനെ അവിടെ കണ്ടില്ല. പിന്നെ പുള്ളി പഴയ പണി തുടങ്ങി. എന്താണ്? ഷൂ മേക്കിംഗ്. ഇപ്പൊ ചെരുപ്പ് കുത്തിക്ക് ബ്രാഹ്മിൻസ് ഒന്നും വീട് കൊടുക്കത്തില്ല. എന്നിട്ടൊരു വീട് കിട്ടി. പക്ഷെ ചെരുപ്പ് കുത്തിയുടെ മോൻ 5 വയസ്സുള്ള പീറ്റർ മരിച്ചപ്പം പീറ്ററിനെ അടക്കാൻ ഇന്ത്യയിൽ ഒരു തുണ്ട് സ്ഥലം കൊടുത്തില്ല. ഇത്രയും വലിയ രാജ്യം, ഇത്രയും വലിയ അല്ലെ നാനാത്വത്തിലേക്കൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ അന്ന് ആ 5 വയസ്സുള്ള കൊച്ചിന് എത്ര സ്ഥലം വേണം? എനിക്കൊന്നും 6 അടിയൊന്നും വേണ്ടെന്ന് തോന്നുന്നു. അത്രയും ആ കൊച്ചിനെ അടക്കാൻ സ്ഥലം കൊടുത്തില്ല. സ്വന്തം കൈകൊണ്ട് പെട്ടി ഉണ്ടാക്കി, സ്വന്തം കൈകൊണ്ട് എവിടുന്ന നമ്മട്ടി വാങ്ങിച്ച് ആ നമ്മട്ടി കൊണ്ട് കുഴി ഉണ്ടാക്കി സ്വന്തം കുഞ്ഞിനെ ഇന്ത്യയുടെ മണ്ണിൽ അടക്കിയ വ്യക്തിയാണ് വില്യംകരി. ഇത് കണ്ടുകൊടുന്ന ഭാര്യയ്ക്ക് സമനില തെറ്റി. അവരിങ്ങനെയൊന്നും വളർന്ന വ്യക്തിയല്ല. അവർ യൂറോപ്യൻ സംസ്കാരത്തിൽ വളർന്ന അവർക്ക് ഇവരുടെ സമനില ഭ്രാന്തിയായി. എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിനെ കാണുന്നത് ഇന്ത്യയിൽ അവർക്ക് നിൽക്കട്ടെ, അവർക്ക് ബോധമില്ല. അവർക്ക് ആരോട് എന്ത് സംസാരിക്കണമെന്ന് സ്വയബോധം നഷ്ടപ്പെട്ടു. അപ്പം സ്വന്തം ഭാര്യയെ കുളിപ്പിച്ച് വൃത്തിയാക്കി ചോറും വാരിക്കൊടുത്ത്, കാപ്പിയും കൊടുത്ത്, ചോറും അവിടെ എടുത്ത് വെച്ച് അവസാനം അക്രമാസക്തമായപ്പോഴത്തെ ചങ്ങലയ്ക്ക് ഇട്ടിട്ടാണ് വില്യംകരി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയത്. എന്റെ പൊന്നു ദൈവദാസന്മാരെ, എന്റെ പൊന്നു ദൈവമക്കളെ, നമുക്കൊന്നും അങ്ങനെയുള്ള അനുഭവം തരാത്തതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ അങ്ങനെയുള്ള അനുഭവം വന്നാൽ നമ്മളൊക്കെ പോകും. ഹോസ്പിറ്റലിൽ പോകുമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ മക്കൾ അമേരിക്കയിലാണെങ്കിൽ അങ്ങോട്ട് പോകും. പക്ഷെ വില്യംകരി പോയത് ആ സമയത്തും ഷൂ മേക്കറാണ്. പക്ഷെ ആ സമയത്തും വില്യംകരി ഇവിടെ വന്ന് ബംഗാളി ഭാഷ പഠിക്കുകയാണ്. ഞാൻ അതിലേക്ക് പറയാം, ഇല്ലെങ്കിൽ സംഭാവനയെ കുറിച്ച് പറയാം. അപ്പം ഈ സമയത്ത് ബംഗാളി ഭാഷ പഠിച്ചു. അവരുടെ സംസ്കാരവുമായിട്ടും ഒക്കെ സ്വായത്തമാക്കണമെങ്കിൽ വില്യംകരിക്ക് അറിയാം, എവിടെ ചെന്നാലും അവരുടെ ആചാരങ്ങളൊക്കെ മനസ്സിലാക്കിയാലേ അവിടെ സുവിശേഷം ഓടത്തുള്ളൂ. അതുകൊണ്ട് അവർ മിഷണറി മൈൻഡ് തന്നെയാണ്. അപ്പം വില്യംകരിയുടെ മോൻ മരിച്ച്, ഭാര്യ ഭ്രാന്തിയായി. പക്ഷെ ഇതൊന്നും വില്യംകരിയെ സുവിശേഷത്തിന്റെ തീവ്രതയൊന്നും മാറ്റിയില്ല. അദ്ദേഹം ബംഗാളി ഭാഷ പഠിച്ചു, അദ്ദേഹം സംസ്കൃതം പഠിച്ചു. 6 വർഷം നീണ്ട പരിശ്രമത്തിന് ഒടുവിൽ ഒരേറ്റ ഇന്ത്യക്കാരനെ പോലും കിട്ടിയില്ല. പക്ഷെ അതിനുശേഷം ഒരാള് രക്ഷിക്കപ്പെട്ടു. ആ സമയത്ത് ഈ വില്യംകരിക്ക് ഞാൻ എൻ്റെ മുറയ്ക്ക് പറഞ്ഞു തരാം, എങ്കിലേ അത് ശരിയാവത്തുള്ളൂ. വില്യംകരിക്ക് ഒരു 3 കൂട്ടുകാരെയും കൂടെ വരുന്നുണ്ട് വില്യംകരിയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വില്യം വാർഡ് എന്ന് പറഞ്ഞൊരു പ്രിന്ററെ കിട്ടി. വില്യം വാർഡ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം പ്രിന്ററാണ്. പിന്നെ ജോഷു എന്ന് പറഞ്ഞൊരു സഹോദരൻ, പിന്നെ ഹന്ന മാർഷ്മാൻ. ഈ 3 പേര്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനാണ്. ഹന്ന മാർഷ്മാൻ സ്കൂൾ അധ്യാപകൻ, ഒരാൾ പ്രിന്ററാണ്. ഒരാൾക്ക് പ്രത്യേകിച്ച് പോലെയൊന്നും പറയുന്നില്ല. അപ്പൊ ഈ 3 പേരും കൂടെ ചേർന്ന്, അത് അവർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിറാംപൂർ ട്രയോസ് എന്ന് പറയും അല്ലെ, ത്രിമൂർത്തികൾ എന്ന് പറയും. അപ്പൊ കേറി, അതുപോലെ തന്നെ വാർഡ്, ജോഷുവ, ചുരുക്കി പറഞ്ഞാൽ ഇവര് എല്ലാവരും കൂടെ ചേർന്ന് ഈ സിറാംപൂർ ത്രിമൂർത്തികൾ എന്ന് പറയും.
ഇവര് സുവിശേഷ ചരിത്രത്തിലെ ഏറ്റവും വിജയമായ ഒരു മിഷണറി ടീമായി തീർന്നു. കാരണം അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് അവർക്ക് കിട്ടുന്ന സമ്പത്തെല്ലാം ആദ്യകാലത്തെ അപ്പോസ്തല പ്രവർത്തി അല്ല അപ്പോസ്തലന്മാരെ പോലെ സമ്പത്ത് പ്രത്യേകം എടുത്തില്ല. അവിടെ ഇയാള് ഇദ്ദേഹത്തിന് ഷൂ മേക്കിംഗ് അല്ലെങ്കിൽ മറ്റു പഠിപ്പിക്കാൻ പോവുകയൊക്കെ ചെയ്യും. പക്ഷെ അതുപോലെ ഓരോരുത്തരും ചെയ്യും. അതെല്ലാ പൈസയും കൂടെ ഒന്നിച്ചു വന്നിട്ട് ആ പൈസയാണ് മിഷണറി പ്രവർത്തനത്തിന് ഇന്ത്യയിൽ അവര് ഉരുവാക്കിയത്, അത് സ്റ്റാർട്ടിങ് ആയത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികളെ പോലെ കൂട്ടുചേർന്ന് പ്രവർത്തിക്കാൻ, ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നോക്കിയാൽ എവിടെയും നമ്മൾ നോക്കുന്ന വചനപ്രകാരമുള്ള ഒരു ജീവിതമാണ് വില്യം കേരി. മത്തായി 28:19-20 വചനം തന്റെ ജീവിതത്തിൽ തന്നെ ആപ്തവാക്യമാക്കുന്നു. യെശയ്യാ 54 രണ്ടാമത്തെ വാക്യം തന്റെ ജീവിതത്തിൽ നിറവേറ്റുന്നു. ഞാൻ അപ്പോസ്തല പ്രവർത്തനത്തിലെ അപ്പോസ്തലന്മാരെ പോലെ തന്നെ 3 പേരെ കിട്ടിയപ്പോൾ 3 അപ്പോസ്തലന്മാരും കൂടെ ചേർന്ന് ഒരുമിച്ച് അവർ പങ്കുവയ്ക്കുന്നു അവരെ വരുമാനങ്ങൾ. നോക്കി, അവിടെയൊക്കെ യൂണിറ്റിയാണ്. യൂണിറ്റി സ്ട്രെങ്ത്. ഇന്ന് 2 മക്കളുണ്ടെങ്കിൽ 2 വീടും അല്ലെ, 2 ആമേൻ എല്ലാം നമ്മൾ സ്പ്ലിറ്റ് ന്യൂക്ലിയർ ആയിട്ട് പോവുകയാണ്. ചർച്ചകൾ വളരും തോറും പിളരുകയാണ്. പക്ഷെ അവിടെയൊക്കെ യൂണിറ്റിയാണ്. അപ്പൊ യൂണിറ്റി, സ്പിരിച്വൽ യൂണിറ്റി, സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്, ഭയങ്കര വിഷയമാണ്. അപ്പൊ സിറാംപൂർ ജീവിതത്തിലെ ഒരു ജോലിയെ കുറിച്ച്, തന്റെ വില്യം കേരിയുടെ ഈ സമയത്ത് ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ പറയാം. എല്ലാവരും ഒന്ന് കേൾക്കണം. ഈ ഇപ്പൊ ആരെങ്കിലും സൂമില് മാറി ഇരിപ്പോണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഫോണും വെച്ചിട്ട് അങ്ങോട്ട് മാറിയിരിക്കുകയാണെങ്കിൽ ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം പ്ലീസ്, ദയവായി. ഒരു ദിവസത്തെ വില്യം കേരിയുടെ ജീവിതത്തെ കുറിച്ച്, ഒരു ദിവസം നമ്മൾ ഇന്നിപ്പം തിങ്കളാഴ്ച ആയിരുന്നല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വില്യം കേരിയുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നത്. അതുപോലെ വില്യം കേരിയുടെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹം പറയാൻ കാരണം, വില്യം കേരി പണ്ടൊരു കത്ത് എഴുതി തന്റെ ജോലികളെ പറ്റി. കേറി 1886 ജോൺ റൈലാൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, തന്റെ കൂട്ടുകാരന് ഒരു കത്തയച്ചു. ആ കത്തില് തന്റെ ഒരു പ്രഭാതത്തിൽ 5:45 മുതൽ രാത്രി വരെയുള്ള തന്റെ ജോലിയെ കുറിച്ച് താൻ എഴുതിയിരുന്നു. അതിങ്ങനെയായിരുന്നു, വേറെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല, താൻ കത്ത് എഴുതിയതിനകത്തുള്ള കാര്യമാണ്. അപ്പൊ പ്രഭാതത്തിൽ 5:45 ഞാൻ എഴുന്നേറ്റ് എബ്രായ ബൈബിളിൽ ഒരു അധ്യായം വായിച്ചുകൊണ്ടിരുന്നു. അത് വായിച്ചാണ് ഞാൻ ദിവസം ആരംഭിക്കുന്നത്. എന്നിട്ട് 7 മണി വരെ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ സംസർഗത്തിൽ ഞാൻ ചെലവഴിക്കും, പേഴ്സണൽ പ്രയർ. പിന്നീട് ബംഗാളി സഹപ്രവർത്തകരുമായിട്ട് കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കും. അപ്പൊ ബംഗാളി പഠിച്ചു, ബംഗാളിലെ സഹപ്രവർത്തകരെയും വിശ്വാസികളാക്കി അവരുമായിട്ട് കുടുംബ പ്രാർത്ഥന, അവരെ കൂടി വന്ന്, കുടുംബം എന്ന് പറയുമ്പോൾ ഒരുമിച്ചുള്ള പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന സംബന്ധിക്കും. എന്നിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കും. പ്രഭാത ഭക്ഷണം കഴിച്ചാൽ ഉടൻ, അല്ലെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉടൻ ബ്രാഹ്മണ പണ്ഡിതരുമായിട്ട് ചേർന്നിട്ട് സംസ്കൃതത്തിൽ നിന്ന് രാമായണം തർജ്ജമ ചെയ്യാൻ തുടങ്ങും. കേൾക്കുമ്പോൾ നമുക്ക് ഇന്ന് അതിശയമായിരിക്കും അല്ലേ? കാരണം ഇവരൊക്കെ പിടിക്കണ്ടേ, ഇവന്മാരെയൊക്കെ പണ്ഡിതന്മാരെ, പണ്ഡിറ്റുകളെയും ബ്രാഹ്മിൻസുകളെയൊക്കെ ഇപ്പം അല്ലെ ബൈബിളിലേക്ക് കൊണ്ടുവരണ്ടേ? കാരണം ഈ സംസ്കൃതം പഠിച്ചാലല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ അവര് ആദ്യമേ ബൈബിൾ തർജ്ജമ പണ്ഡിറ്റ് പഠിപ്പിക്കുമോ? തൂക്കുമല്ലോ അല്ലേ, കല്ലറിയും. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്തായാലും ബ്രാഹ്മണ പണ്ഡിതനുമായിട്ട് ചേർന്ന് സംസ്കൃതത്തിൽ നിന്നും രാമായണം തർജ്ജമ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ 10 മണി വരെ അങ്ങനെ ചെയ്യും. എന്നിട്ട് ഫോർട്ട് വില്യം എന്ന് പറഞ്ഞ കോളേജുണ്ട്, ആ കോളേജിൽ ചെന്ന് ബംഗാളി, സംസ്കൃതം, മറാത്തി എന്ന 3 ഭാഷയിൽ താൻ അധ്യാപനം നടത്തും. പഠിപ്പിക്കുമെന്ന് ഞാൻ അദ്ദേഹം പഠിച്ചു അതിനു മുമ്പ് അല്ലേ. ഈ ഇത്രയും ബുദ്ധിമുട്ടിനിടയിലും ബംഗാളിയും സംസ്കൃതവും മറാത്തിയും, ഇപ്പൊ രാവിലെ ഒരു അധ്യാപനം എടുത്ത് നിന്നിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച്, അല്ലെ, പണ്ഡിറ്റ് എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിലെ സ്കോളറാണ് പണ്ഡിറ്റ്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ട് അദ്ദേഹം പോയി പഠിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന അത്. എന്നിട്ട് 1 മണി വരെ 2 മണിയൊക്കെ നീളും. എന്നിട്ട് ഭവനത്തിൽ വന്ന് മടങ്ങി വന്നിട്ട് ഇരമ്യാ പ്രവാചനത്തിലെ ബംഗാളി പരിഭാഷയാണ്. 2 മണിക്ക് ശേഷം, 1 മണിക്ക് ശേഷം ആഹാരമൊക്കെ കഴിഞ്ഞു. പിന്നെ അദ്ദേഹം ബംഗാളി ഭാഷയിലേക്ക് പരിഭാഷ, ഇരമ്യാ പ്രവചനത്തിന്. എന്നിട്ട് അത് ഏകദേശം വൈകുന്നേരത്തിൽ നീണ്ടുപോകും. എന്നിട്ട് മത്തായി സുവിശേഷം 8-ാം അധ്യായം സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടും. ഒരു ദിവസത്തെ ജോലിയാണ്, മറന്നു പോകരുത്. ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. 8-ാം അധ്യായം, അത് മത്തായി സുവിശേഷം 8-ാം അധ്യായം. അതായത് അന്ന് കത്തെഴുതിയപ്പോൾ ഉള്ള ദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. എന്നും 8-ാം അധ്യായം അല്ല, അന്ന് കത്തെഴുതിയപ്പോൾ ഉള്ളതാണ് പറഞ്ഞത്. എന്നിട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ഇതിന്റെ സമയം. പിന്നീട് തെലുങ്ക് പണ്ഡിതരിൽ നിന്നും തെലുങ്ക് ഭാഷ അഭ്യസിക്കും. വൈകിട്ട് 7 മണിക്ക് പ്രസംഗക്കുറിപ്പ് തയ്യാറാക്കും. എന്നിട്ട് കോൺഗ്രിഗേഷനിൽ പ്രസംഗം അവസാനിക്കുമ്പോൾ സമയം 9 മണി. അപ്പൊ ഒരു കൂട്ടായ്മയുണ്ട്, ആ കൂട്ടായ്മയിൽ എന്നും പുള്ളി പ്രസംഗിക്കും. എന്നിട്ട് ഗ്രീക്ക് ബൈബിളിൽ നിന്ന് ഒരു അധ്യായം വായിച്ച് ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കും. ഇത് കഴിയുമ്പോഴേക്കും ആ ദിവസം തനിക്ക് പിന്നെ ഒട്ടും ഊർജമില്ലാത്ത അവസ്ഥയിലാവും. ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ റൊട്ടീൻ, ഒരു ദിവസത്തെ ജീവിതം എന്ന് വില്യം കേരി എഴുതിയ കത്തിലുണ്ട്. എന്റെ ദൈവമക്കളെ, ഇതിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങളോട് പറയാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല. വില്യം കേരിയുടെ വി പറയാൻ എനിക്ക്, എന്റെ പേര് വേണു എന്നാണല്ലോ, വേണു, അതിലൊരു വി ഉണ്ടല്ലോ. വില്യം കേരിക്കും അല്ലേ. ഇപ്പൊ വില്യം കേരി എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ച് അതിന്റെ ഒരു
ഒരു സെന്റൻസ് നേരത്തെ സണ്ണിരപ്പ് സാർ പറഞ്ഞ പോലെ ആ മഹാനായ മനുഷ്യന്റെ മുമ്പിൽ അല്ലേ, ഷോ ഇത്രയും നോക്കി, ഒരു ദിവസത്തെ റൊട്ടീനാണ് ഇതിങ്ങനെ ദിവസവും ചെയ്യുമായിരുന്നു. ആ കത്തെഴുതിയ സമയത്താണ് ഇതൊക്കെ വായിക്കുന്നത്. അത് കഴിയുമ്പോൾ അധ്യായങ്ങൾ അടുത്ത പുസ്തകങ്ങളിലേക്ക് പോകും. നോക്കി, അപ്പൊ മിഷണറി പ്രവർത്തനത്തിലോട്ടുള്ള തന്റെ ബന്ധം ആ സമയത്ത് ഈ അക്രൈസ്തരോട് അവരുടെ ഭാഷയിൽ തന്നെ സുവിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടി അക്രൈസ്തരായിട്ടുള്ള വ്യക്തികളെ ദൈവദാസന്മാരായിട്ട് അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ് പഠിപ്പിച്ച് എടുക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. 1500ഓളം വ്യക്തികൾ അദ്ദേഹം സ്നാനപ്പെടുത്തിയിരുന്നു, അദ്ദേഹം ഈ അവരുടെ മിഷണറി സംഘടന. അപ്പോ ആ സമയത്ത് ഈ നിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആദ്യം നിങ്ങൾ അവിടെ സംസാരിക്കരുത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അതിന്റെ മിഷൻ ഇതാണ്. ഒരു പ്രസംഗം തുടങ്ങുമ്പോഴത്തേക്ക് അല്ലേ നമ്മൾ കുറ്റപ്പെടുത്തരുത്, നമ്മൾ അവരുടെ എന്താ പറയുക പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ധന്യാത്മകമായിട്ട് രീതിയിൽ പ്രസംഗിക്കണം. അതേ ഈ സംസ്കൃതം പഠിച്ചുകൊണ്ട് ബംഗാളികളുടെ അടുത്ത് അവരെ ആ ധന്യ ഭാരതി എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ടല്ലോ, നീ ധന്യാത്മാവാണ്, നിന്റെ ആത്മാവ് ധന്യമായ ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഉത്സാഹം ഉണ്ടാവും. നീ രക്ഷപ്പെടത്തിൽ അങ്ങോട്ട് നോക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലേ. അപ്പൊ പ്രസംഗം സ്റ്റാർട്ടിങ് തന്നെ അതിന്റെ എന്താ പറയുക സല്യൂട്ടേഷൻ, അതിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ വളരെ നല്ലൊരു അനുഭവത്തിലാണ് താൻ പഠിപ്പിച്ചത്. അതാണ് അക്രൈസ്തവരെ മനസ്സിൽ നയിക്കാനായിട്ട് ബൈബിളിന്റെ അന്തസത്ത മാത്രം മതിയാകുമെന്ന് സിറാംപൂരിലെ മിഷണറിമാരെ പഠിപ്പിച്ചൊരു വ്യക്തിയാണത്. ബൈബിളിന്റെ അന്തസത്ത, ബൈബിളിൽ നിന്ന് റെസ്പെക്ട് മറ്റുള്ളവർ കൊടുക്കുകയാണല്ലേ. യേശു കർത്താവിന് അടുക്ക വന്നവർക്ക് എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുകയാണ് അല്ലേ. കട്ടലിൽ ചുവന്നുകൊണ്ടുവന്ന വ്യക്തിയും കർത്താവ് വിളിച്ചത്, മകനെ ഞാൻ നിന്റെ പാപത്തെ ഇളച്ചെന്നിരിക്കുന്നു. നമ്മളാണെങ്കിൽ വിളിക്കുമോ, മകനെ വിളിക്കുമോ, ആറ്റം പിടിച്ച് കൊണ്ട്. അപ്പൊ അതൊക്കെയാണ് യേശുവിന്റെ അന്തസത്ത. അപ്പൊ അത് എല്ലാം മനസ്സിലാക്കിയ വ്യക്തിയാണ് വില്യം കേരി. അപ്പൊ മാത്രമല്ല ഇന്ത്യയിലെ സഭയെ, ഇന്ത്യയിലെ പ്രാദേശിക സ്വഭാവം തന്നെ ആയിരിക്കണം, എല്ലാ വിധത്തിലും ഒരു ഇന്ത്യൻ സഭ ആയിരിക്കണമെന്ന് ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ സെറാംപൂരിലെ വർഷങ്ങളിൽ യഥാർത്ഥ ആശയം ഇന്ത്യക്കാരായിട്ട് തന്നെ നിർത്തിക്കൊണ്ട് സുവിശേഷത്തിലെ മർമ്മങ്ങൾ പഠിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇപ്പൊ കൽക്കട്ടയിലെ ആ പോർട്ട് വില്യം കോളേജിൽ 1801 അദ്ദേഹം പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ പല ഭാവി നേതാക്കന്മാരെയും പഠിപ്പിക്കാൻ ഇതിന് സാധിച്ചു. പല ഭാവി അന്നത്തെ ഭാവി നേതാക്കന്മാരെയൊക്കെ തന്റെ ശിഷ്യന്മാരാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ഒരിക്കൽ പോലും ഹൈന്ദവ മുസ്ലിം നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം ഏറ്റുമുട്ടലുണ്ടായില്ല. മറിച്ച് അദ്ദേഹം എല്ലാവരുടെ യേശുവിനെ ഉയർത്തി പറയും. അപ്പൊ യേശുവിനെ ഉയർത്തിയേ ഉള്ളൂ, മറ്റൊരാരും താഴ്ത്താൻ പോകത്തില്ല. അതാണല്ലോ നമ്മളെ കർത്താവ് ആരിലും വലിയവനാണ്, കർത്താവിനെ ഉയർത്തുമ്പോൾ മറ്റൊക്കെ താഴെ ആയിക്കോളൂ. ഇതൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ വില്യം കേരിയുടെ ജീവിതകാലത്ത് സെറാംപൂർ ബാപ്റ്റിസ്റ്റ് സംഘങ്ങൾ അവര് ബംഗാളില്, ആസാമില്, അതായത് പശ്ചിമ ബംഗാളില്, ഉത്തര പശ്ചിമ പ്രദേശങ്ങളില്, ഡൽഹിയിൽ, ഇവിടെ എല്ലാം കൂടെ ആയിട്ട് 19 ബൈബിൾ കോളേജുകൾ കേന്ദ്രീകരിച്ചു. 19 വേദ അധ്യാപന സ്ഥാപനങ്ങൾ, 19 എണ്ണം. ഒരു മനുഷ്യനൊക്കെ അല്ലെ, വെളിനാട്ടിൽ പോയ ഒരാൾ ഇവിടെ വന്ന് ഭാഷ പഠിച്ച് പല ഭാഷകൾ പഠിച്ച് അവരുടെ ഈ പറഞ്ഞ ആസാം, ഉത്തര പശ്ചിമ പ്രദേശങ്ങളിൽ, ബംഗാള്, ഇവിടെയെല്ലാം ഡൽഹി, ഇവിടെയെല്ലാം കൂടെ 19 ബൈബിൾ കോളേജ് ആ സമയത്ത് സ്ഥാപിച്ചു. അങ്ങനെ ഏഷ്യൻ ഭാഷകളിലും സംസ്കൃത ഭാഷകളിലുമായിട്ട് ബൈബിൾ പരിഭാഷപ്പെടുത്താൻ അദ്ദേഹം ഈ സെറാംപൂരിലെ ഈ ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞ ഇവിടെ ജീവിതം മൊത്തം ഒഴിഞ്ഞു വെച്ച അതിനു വേണ്ടിയായിരുന്നു. അപ്പോൾ സമ്പൂർണ്ണ ബൈബിൾ വില്യം കേരി ഫുൾ ബൈബിൾ 6 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു. 6 ഭാഷകളിൽ. ബൈബിൾ തന്നെ എത്രയുണ്ട് അല്ലേ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ബൈബിൾ തന്നെ 6 ഭാഷകളിലേക്ക് ആ ഭാഷകൾ പഠിച്ച് അതിനെ തർജ്ജമ ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം ഒരു മനുഷ്യന് അല്ലേ? 32 മാത്രമല്ല, ഈ 6 ഭാഷകളെ തർജ്ജമ ചെയ്തിട്ട് പുതിയ ന്യൂ ടെസ്റ്റ്മെന്റ് 21 ഭാഷകളിലേക്ക് പരിചയപ്പെടുത്തി. അതൊക്കെ സ്വന്തം അച്ചടി നിർവഹിച്ചു. അപ്പൊ മറ്റ് ബൈബിൾ ഭാഗങ്ങൾ മറ്റനേകം ഗോത്ര ഭാഷകളിൽ അദ്ദേഹം വിവർത്തനം ചെയ്തു. ഏകദേശം പറയുകയാണെങ്കിൽ കേരിയുടെ ജീവിതകാലത്ത് ഒരു തിരുവചനത്തിന്റെ 2,13,000 പ്രതികൾ, 2,13,000 പ്രതികളാണ് 40 വ്യത്യസ്ത ഭാഷകളിൽ, ട്രൈബൽ ഭാഷകളുമായിട്ട് സെറാംപൂർ പ്രസ്സിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളൂ. ഒരു മനുഷ്യൻ പ്രാപിച്ച അഭിഷേകത്തിന്റെ വലിപ്പം അല്ലേ. ആന പ്രസവിക്കുമ്പോൾ കുറെ വേസ്റ്റും അല്ലെ, ആനക്കുട്ടി മാത്രമല്ല കുറെ വേസ്റ്റ് ഒക്കെ പുറത്തു വരുമല്ലോ. എലി പ്രസവിക്കുമ്പോൾ അത്രയും വരത്തില്ല, അത്രയല്ലേ ഉള്ളു അല്ലേ. അപ്പൊ അകത്ത് കയറുന്ന അഭിഷേകത്തിന്റെ തള്ളലനുസരിച്ചിരിക്കും നിന്റെ ശക്തി എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ഉപയോഗിക്കും അല്ലേ. അതാണ് ഇടുന്ന സംഗീതത്തിന് 7-ാം വാക്യം പറഞ്ഞല്ലോ അല്ലേ, ഞാൻ പലർക്കൊരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സംഗീതം. മിറക്കിൾ ഫോർ ദ ഏജ് ബിക്കോസ് യു ആർ മൈ ഷെൽട്ടർ. നീയാണ് എന്റെ അഭയം, നീയാണ് എന്റെ ബലം. അതുകൊണ്ടാണ്. വില്യം കേരി അങ്ങനെയുള്ള മനുഷ്യനായിരുന്നു. എഴുതുന്ന സംഗീതത്തിന് 7-ാമത്തെ വാക്യം പോലെയുള്ള വ്യക്തി. അപ്പം ജാതി വ്യവസ്ഥ തകരുന്നതിനെ കുറിച്ചും കൂടെ ഒന്ന് പറയണ്ടേ. അതായത് ഈ 18-ാം നൂറ്റാണ്ടിലെ ഡിസംബർ 29-ാം തീയതിയാണ് കൃഷ്ണപാൽ എന്ന് പറയുന്ന ഒരു ആദ്യ വിശ്വാസി സ്ഥാനം വെക്കുന്നത്. കൃഷ്ണപാൽ
നല്ല പേരാണല്ലേ. ഇവിടുത്തെ നല്ല ആളിനെ തന്നെ ആദ്യം സ്ഥാനപ്പെടുത്തി, കൃഷ്ണപാൽ. പാലല്ല സ്ഥാനപ്പെടുത്തിയത്, വെള്ളത്തിലാണ് സ്ഥാനപ്പെടുത്തിയത്. അപ്പൊ ആ വിശ്വാസി സ്ഥാനപ്പെട്ടു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ജാതി വ്യവസ്ഥ തകർച്ച ആരംഭിക്കുകയാണ്. കൃഷ്ണനെയും ഗോപാലിനെയൊക്കെ തന്നെയാണ് ആദ്യം പുള്ളി നോക്കുന്നത്, അല്ലെ. അപ്പൊ ക്രിസ്തീയ സഭയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരെ ഹിന്ദുക്കൾ പിന്നെ ഒറ്റപ്പെടുത്തും, അവരെ കയറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി അവരിലുള്ള ആൾക്കാരെ തന്നെ പാസ്റ്റേഴ്സ് ആക്കി എടുക്കാനുള്ള രീതി ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ 1818 കേരി മാർഷമാരങ്ങളും കൂടിയിട്ട് സെറാംപൂർ കോളേജ് സ്ഥാപിക്കുന്നത് 1818. അപ്പോൾ അത് വിദ്യാഭ്യാസത്തിനുള്ള വേദിയായിരുന്നു. ഇവിടെയാണ് ഈ കേറി പ്രൊഫസർ ഓഫ് ഡിവിനിറ്റി എന്ന നിലയിലും ബോട്ടണിയിലും സുവോളജിയിലും ലെക്ചർ എന്ന നിലയിലും, ഇപ്പൊ ഇത് ബൈബിൾ കോളേജിന് മാത്രമല്ല, അവിടെ മറ്റുള്ള ബോട്ടണിയിലും സുവോളജിയിലും ലെക്ചറായിട്ടും അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. 1818 മുതൽ 1834 വരെ ആ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 92 സ്കൂളുകൾ ആൾക്കാർ നടത്തിയിരുന്നു. ഒരു ബൈബിൾ സ്കൂൾ മാത്രം നടത്തുകയല്ല, അല്ലെങ്കിൽ ബൈബിൾ സെറാംപൂർ യൂണിവേഴ്സിറ്റി മാത്രം ഉണ്ടാക്കുകയല്ല. ഈ സമയത്ത് സെക്കുലർ ആയിട്ട് 92 സ്കൂളുകൾ, 92 സ്കൂൾ ഒരു മനുഷ്യന്. ഇന്നത്തെ പോലെ ഗൂഗിൾ പേയും മൊബൈലും ഒന്നും ഇല്ലാത്ത, വാഹന സൗകര്യം ഒന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഓർക്കണം, അല്ലേ. 92 സ്കൂളുകൾ അദ്ദേഹം നടത്തിയിരുന്നു. അപ്പം ഈ സതി നിർത്തലാക്കിയതൊക്കെ ഭയങ്കര കാര്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലെ. സമൂഹ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. ഭർത്താവിന്റെ എരിഞ്ഞമർന്ന ചിതയിലൊക്കെ സ്ത്രീകളെ പിടിച്ചിടുന്ന കണ്ട് അദ്ദേഹം മനസ്സ് പൊടിഞ്ഞ്, മനസ്സ് വേദനപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമല്ലോ, കർത്താവ് ഇത് എങ്ങനെ നിർത്താൻ പറ്റും? ഒറ്റയ്ക്കൊരു മനുഷ്യരോടും ചെയ്യാൻ പറ്റൂ ഇവിടെ ഇന്ത്യയിൽ? ഇത്രയും വലിയ ഭൂഖണ്ഡത്തിൽ ചതി നിർത്താൻ പറ്റൂ? അപ്പൊ നോക്കിയേ, അങ്ങനെ അതിന് പറ്റിയ ആൾക്കാരെയും അതിന് പറ്റിയ ആൾക്കാർക്ക് ദൈവം കൊടുത്തു. അങ്ങനെ ഹൈന്ദവ വേദങ്ങൾ പഠിച്ചു. അദ്ദേഹം നോക്കി ഈ സതി എന്നുള്ള ആചാരം ഹൈന്ദവ വേദങ്ങളിലുണ്ടോ. അദ്ദേഹം പുരാതനമായിട്ട് ലേഖനങ്ങളൊക്കെ പഠിച്ചപ്പോൾ അവിടെ ഒന്നും ഈ ഹൈന്ദവ വേദങ്ങളിലൊന്നും സതി എന്നുള്ള പരിപാടി ഇല്ല. അപ്പം ഹിന്ദു നിയമങ്ങൾ ഇങ്ങനെ ഒരു ആചാരം നിർദ്ദേശിക്കുന്നത് അദ്ദേഹം കണ്ടെത്തി. ഏതാണ്ട് അന്നേക്ക് 14 വർഷങ്ങൾക്ക് മുമ്പ് ഹൈന്ദവ പണ്ഡിതന്മാരും ഇത് കണ്ടെത്തിയിട്ടാണ്. പക്ഷെ അവർ പറഞ്ഞിട്ടില്ല. ഹൈന്ദവ പണ്ഡിതന്മാർക്ക് അറിയാം, പക്ഷെ അവർ പറയത്തില്ല. കാരണം അത് അവരുടെ തല പോണ കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ സതി നിർത്തലാക്കാനായിട്ട് വില്യം കേരിയാണ് ദൈവം ഉപയോഗിച്ചത്. മറ്റു പലരാണ് അതിന്റെ മുമ്പിൽ നിന്നെങ്കിലും വില്യം കേരി ആയിരുന്നു അതിന്റെ ആശയം. 1820 അഗ്രികൾച്ചർ ആൻഡ് ഹോർട്ടിക്കൾച്ചർ ആയിട്ടുള്ള സൊസൈറ്റി അദ്ദേഹം ഇന്ത്യയിൽ രൂപീകരിച്ചത്. അതൊക്കെ ഇന്ന് ഭയങ്കരമായിട്ട് എത്രയോ കൃഷി ശാസ്ത്രജ്ഞന്മാരെ അവിടെ നിന്ന് എഴുന്നേക്കാനായിട്ട് ദൈവം ഇടയാക്കി. അദ്ദേഹം മാത്രമല്ല, ഇന്ന് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ പേര് എനിക്കൊന്ന് 2 മരങ്ങളുടെ പേര് വില്യം കേരിയുടെ ബന്ധപ്പെട്ട് 2 മരങ്ങൾ പോലും ഉണ്ട്. ഈ ബയോളജിക്കലായിട്ട് അങ്ങനെ 2 പേരുണ്ട്. അദ്ദേഹത്തിന്റെ പേരിനോട് ചേർന്ന് ബോട്ടണിയിൽ 2 വൃക്ഷങ്ങളുണ്ട്. അത് ബോട്ടണിയെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ബൊട്ടാണിക്കൽ നെയിം 2 വൃക്ഷങ്ങളുടെ പേര് വില്യം കേരിയുടെ പേരാണ്. അപ്പം വൃക്ഷങ്ങൾ വർഷങ്ങളോളം നിൽക്കുമല്ലോ, അല്ലേ. മനുഷ്യന്റെ ഓർമ്മ 200 വർഷമൊന്നും അല്ല നിൽക്കും. അപ്പം വ്യക്തിഗതമായ സുവിശേഷം, സഭാസ്ഥാപനം, ബൈബിൾ പരിഭാഷ, മതഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം, സാംസ്കാരിക പഠനം, പിന്നെ വിദ്യാഭ്യാസം, കൃഷി, വൈദ്യസഹായം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ, ഇതെല്ലാം സെറാംപൂർ മിഷനറിയുടെ പ്രവർത്തനമാണ്. എന്റെ പൊന്നെ, നമ്മളാരെങ്കിലും ഒരു സഭയെ സ്ഥാപിച്ച് 3 വിശ്വാസികളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തറവിടും. നമ്മൾ പിന്നെ ആരാണല്ലേ? മൂട്ടിൽ വയറില്ലാത്ത മയക്കുണ്ടെങ്കിലേ പഠിക്കുള്ളൂ. BTH പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലത്തെ മയക്ക് കിട്ടണം, അല്ലേ. മൂട്ടില് അതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാൻഡേർഡ്. നോക്കിയേ, അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? സഭാസ്ഥാപനം, പിന്നെ ബൈബിൾ പരിഭാഷ, 1500ഓളം പേര് അദ്ദേഹം സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് ടീം. മതഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം, ഈ രാമായണം തന്നെ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ സാംസ്കാരിക പഠനം, വിദ്യാഭ്യാസം, കൃഷി, വൈദ്യസഹായം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനം, അതിനകത്ത് ഈ സതിയൊക്കെ വരുന്ന കൊച്ചുങ്ങളെ ഗംഗയിൽ എറിയുന്നൊക്കെ നിർത്തി. അപ്പൊ ഇതെല്ലാം അദ്ദേഹം ചെയ്തു. ഞാൻ പെട്ടെന്ന് നിർത്താം, 2 മിനിറ്റ്. 1812 സെറാംപൂർ മിഷൻ പ്രസ്സിൽ തീപിടുത്തം ഉണ്ടായി. എല്ലാം പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് തീ അടിച്ചു പോയി. എന്നിട്ട് സ്വന്തം കൈ കൊണ്ട് എന്താണ് പറഞ്ഞ കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കിയിട്ട് വീണ്ടും ഇതൊക്കെ പ്രസിദ്ധീകരിച്ച മനുഷ്യനാണ് വില്യം കേരി. അപ്പൊ ഡെറോത്തൊക്കെ മരിച്ചു, ഭാര്യയൊക്കെ മരിച്ചു. പക്ഷെ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവരുടെ പേര് ചാർലി ടിമോൾ എന്നാണ്. ആ സ്ത്രീയെ വിവാഹം കഴിച്ചു. അതും സന്തോഷകരമായ ജീവിതമായിരുന്നു. 13 വർഷം അങ്ങനെ പോയി. പക്ഷെ അവരും മരിച്ചു. പിന്നെ വേറെ സ്ത്രീ രത്നത്തിന്റെ അവര് വിധവയായിരുന്നു. അവരുടെ പേര് ഗ്രോസ് ഹ്യൂവസ് എന്ന് പറഞ്ഞ വിധവ വിവാഹം കഴിച്ചു. അപ്പൊ ആ സ്ത്രീയും മരണം കഴിച്ചു. 3 ഭാര്യമാര് തനിക്ക് വന്നു തന്റെ ജീവിതത്തിൽ. അവരൊക്കെ മരിച്ചു. അപ്പം ഒരു അഭിഷിക്തന് പല പ്രശ്നങ്ങളുണ്ടാകും. കുടുംബ പ്രശ്നം, സാമൂഹ്യ പ്രശ്നമൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും തന്റെ അഭിഷേകത്തെ ബാധിച്ചില്ല. എന്നാൽ 1834 ജൂൺ 9 ഇന്ന് ജൂൺ 9 1834 ജൂൺ 9 വില്യം കേരി മരിക്കുമ്പോൾ 10,000 നാട്ടുകാരാണ് ഇന്ത്യക്കാരായിട്ടാണ് കൂടി വന്നത്. അതായത് വിദേശികളല്ല, ഇന്ത്യക്കാർ എല്ലാവരും.
അദ്ദേഹത്തിന്റെ വേർപാട് ദുഃഖം ആചരിച്ചു. ഇപ്പൊ കേറിയുടെ ജീവിതത്തിലെ ഏറിയ പങ്കും അദ്ദേഹം ഇന്ത്യയിൽ ചിലവഴിച്ചു. ഈ സ്വന്തം നാട്ടിലേക്കൊന്നും പോയിട്ടില്ല. ഈ നാടിന് വേണ്ടി അനേക സംഭാവനകൾ ചെയ്തു. അദ്ദേഹം മരിച്ചപ്പോഴത്തേക്കും എല്ലാവരും കണ്ണുനീരിൽ കുതിർന്ന അന്ത്യോപചാരമൊക്കെ അർപ്പിച്ചു. ആ സമയം അദ്ദേഹം തന്റെ ജീവിതം നൽകി പ്രവർത്തിച്ച ഈ മണ്ണിൽ തന്നെ തന്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ബോഡി അവിടെ കൊണ്ട് നടക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നെ രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ചില കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പിന്നെ വില്യംകരിയെ കുറിച്ച് സംസാരിക്കരുത്, വില്യംകരിയെ ഉയർത്തിയ യേശുവിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാനിത് ആദ്യമായിട്ട് പുസ്തകത്തിൽ വായിച്ചപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇരുന്ന് കരഞ്ഞു. നമ്മളൊക്കെ സ്വയം ഉയർത്തുന്നത് കണ്ടാൽ, അല്ലെ, കേട്ടാൽ, ഞാനും ഉയർത്താറുണ്ട് എന്നെ. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ വൈദ്യുതി ഇങ്ങനെ ഇതൊക്കെ പറയും. പക്ഷെ വില്യംകേരി പറഞ്ഞത്, ഇത്രയും കാര്യങ്ങൾ ചെയ്ത വില്യംകേരി പറഞ്ഞത്, ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരും എന്നെ ഉയർത്തി സംസാരിക്കരുത്, ഞാൻ മരിച്ചതോടുകൂടി എന്റെ ഇത് തീർന്നു, ഇനി നിങ്ങൾ വില്യംകരിയെ ഉയർത്തിയ യേശുവിനെ ഉയർത്തണം. അത് നമ്മളൊരു കൊട്ടേഷനായിട്ട് മാറട്ടെ. പക്ഷെ എന്നാൽ ഈ വില്യംകരിയുടെ സഹപ്രവർത്തകർ ഒരുപാട് പേര് തന്റെ സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്നു. 1500 വിശ്വാസം എഴുതാൻ സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ താൻ മരിക്കുമ്പോൾ 18 മിഷൻ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. 18 മിഷൻ സ്റ്റേഷനുകൾ. ഇത്രയും വലിയ ദേവദാസനാണ് പറഞ്ഞത്, അതിനെ കുറിച്ചൊന്നും പറയരുത്, അല്ലെ? ഓരോ മിനിറ്റ് സംസാരിക്കാൻ പോലും അടുത്ത 18 മിഷൻ സ്റ്റേഷനുകൾ. 50 മിഷണറിമാര് സെറാംപൂർ മിഷന്റെ വകയായിട്ട് അന്ന് ഉണ്ടായിരുന്നു. അന്ന് 50 പേര് മിഷണറിമാര്. ഇപ്പോഴത്തെ രീതിയിലല്ല, അന്നത്തെ അല്ലെ, വാഹന സൗകര്യം എല്ലാ സമയത്ത്. പക്ഷെ ഇവിടെ 2 പുത്രന്മാരും അനന്തരവനും പിന്നീടുള്ള തന്റെ പ്രവർത്തനത്തെ തയ്യാറായി. താൻ മരിച്ചെങ്കിലും തന്നെ 2 മക്കൾ തന്റെ അനന്തരവനൊക്കെ ഈ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറായി. പിന്നെ ഒരുപാട് അവാർഡൊക്കെ കിട്ടി. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഒരുപാട് മിഷണറിമാര് അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് കാണുന്ന പല പ്രസ്ഥാനങ്ങൾ, ഇന്ന് കാണുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ദി ചർച്ച് ഓഫ് മിഷണറി സൊസൈറ്റി, അതുപോലെ അമേരിക്കൻ ബോർഡ് ഓഫ് കമ്മീഷൻ നേഴ്സസ്, ജനറൽ കൺവെൻഷൻസ് ഓഫ് ദി ബാപ്റ്റിസ്റ്റ് ഡിനോമിനേഷൻ ഇൻ USA എന്ന് പറയേണ്ട നമ്മളെ LMS വരെ. LMS എന്ന് പറയാൻ അറിയാമല്ലോ, ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഇതെല്ലാം ആരംഭിക്കാൻ വില്യംകരിയുടെ ജീവിതത്തിൽ നിന്നാണ് ഇവർക്കെല്ലാം പ്രചോദനം കിട്ടിയത്. വില്യംകരിയുടെ സുവിശേഷ പ്രതിഭയുടെ ജീവിതം ഇവരുടെയൊക്കെ പ്രവർത്തന ശൈലിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും നമ്മൾ വാനോളം പുകഴ്ത്തേണ്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ ഒരു കർത്താവ് തന്നെ തന്റെ അകത്തിരുന്നുകൊണ്ട് പ്രവർത്തിച്ചു, അല്ലെ? പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ഹീസ് ദ സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ പോലെ, ഇന്ത്യക്ക് വേണ്ടി, മോഡേൺ മിഷൻസിന് വേണ്ടി ഇന്ത്യയിൽ സംഭാവന ചെയ്ത ഒരു ആത്മാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു കഠിനാധ്വാനിയായിരുന്നു. അദ്ദേഹം പറഞ്ഞാണ്, നിങ്ങൾ എന്റെ കഠിനാധ്വാനത്തെ ഓർക്കണം, നിങ്ങൾ എന്നെ ഓർക്കരുത്. ഇത് കവിഞ്ഞൊന്നും എനിക്ക് അവകാശമില്ല. ഒരിക്കൽ അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് ഒരു മീറ്റിംഗിൽ ഭയങ്കരമായിട്ട് പോയി സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, കർത്താവെ എന്നെ മരിക്കാൻ അനുവദിക്കണമെന്നോ. യവന്മാരെ ഈ പറച്ചിൽ നിന്ന് എന്നെ ഒന്ന് മരിക്കാൻ അനുവദിക്കും. ഞാൻ നിർത്താം, സമയം കഴിഞ്ഞു. എനിക്ക് സോറി, നമ്മൾ 2 മിനിറ്റ് കൂടുതലായിപ്പോയി. എനിക്ക് എങ്ങനെ നിർത്താൻ പറ്റും വില്യംകരിയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? എന്തായാലും ദൈവമക്കളെ, ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ഈ വില്യംകരിയെ പോലെ നമുക്ക് ആകാൻ, നമ്മളെ ആക്കി തീർക്കുവാൻ, അത്രയും ചെയ്തില്ലെങ്കിലും അതിന്റെ എന്തെങ്കിലുമൊക്കെ, അല്ലെ, അംശങ്ങളെങ്കിലും നമുക്ക് ചെയ്യുവാൻ നമുക്കുണ്ട്. അന്നത്തെ ഇന്ത്യയിൽ എന്ന് ഒരുപാട് പ്രവർത്തിക്കാൻ, അന്നത്തെ ജനസംഖ്യയല്ല ഇന്ത്യ മാത്രമല്ല, ലോകത്തിന്റെ അറ്റത്തോളം നമുക്ക്, അല്ലെ, ഇന്നും സുവിശേഷം അറിയാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മൾ എന്തിനു പറയും, നമ്മളെ കേരളത്തിലുണ്ടല്ലോ. കേരളത്തിൽ മലപ്പുറമൊക്കെ 2%, കോഴിക്കോടൊക്കെ, അല്ലെ, പാലക്കാടൊക്കെ 4% താഴെയുള്ള ക്രിസ്ത്യൻസ്. നമ്മളെ ട്രിവാൻഡ്രത്ത് 18% ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പത്തനംതിട്ട, കോട്ടയം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മള് മലപ്പുറം, പത്തനംതിട്ട, കോഴിക്കോടൊക്കെ 3%, 4%, 2% മാത്രം ക്രിസ്ത്യൻസ് ഉള്ള ഈ കേരളത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വില്യംകരിയുടെ ഈ മെസ്സേജ് നമ്മളെയും സ്പർശിക്കട്ടെ. ഇതിന് അവസരം ഉണ്ടാക്കിയ ദേവദാസന്മാരൊക്കെ ആയിട്ടും സ്തോത്രം. ആമേൻ. പ്രാർത്ഥനയോടെ നിർത്തട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ്.